കർത്താവ് ഈ ദേവാലയമാകുന്ന ഗത്സമനിയിൽ ഒരു വശത്ത് നിൽക്കുന്നു. നമ്മളാകുന്ന പത്രോസും യാക്കോബും യോഹന്നാനും മറുവശത്ത്. ഈശോ ചോദിക്കുകയാണ്, ഒറ്റ മണിക്കൂർ എൻ്റെ കൂടെ ഉണർന്നിരിക്കാമോ? ഈശോ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മക്കളെ, ഈ ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ സഹനങ്ങളുടെ ആഴമറിയാൻ എൻ്റെ കൂടെ നടക്കാമോ? ഇന്ന് ഞാൻ ഈ ലോകത്തിൽ എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ അബോധങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഏകാഗ്രമാക്കാമോ? നമുക്ക് പറയാം കർത്താവിനോട്, കർത്താവേ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. ഈ യാത്രയിൽ ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ നിൻ്റെ ഒപ്പം നടക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഈ യാത്രയിൽ നിൻ്റെ സ്നേഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ നിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കർത്താവേ, ഞങ്ങൾ ഈ താബോർ മാമലമേൽ മുഴങ്ങിയ നിന്റെ നിലവിളികളെ ശ്രദ്ധിക്കുകയാണ്. കർത്താവേ, ഗത്സമൻ തോട്ടത്തിൽ നിന്റെ ചങ്ക് തകർന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം ഈശോ എന്താണ് ചെയ്തത്? നമ്മൾ ഈ പീഡാനുഭവ വാരത്തിൽ യേശു കടന്നുപോയ വഴികളെ നമ്മൾ നോർക്കുകയാണ്. ഞായറാഴ്ച ദിവസം കർത്താവ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഈശോയുടെ യാത്രയെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. ഈശോ ഗലീലയിലാണ് ജനിച്ചു വളർന്നത്. ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ ഇനിയുള്ള കാലത്ത് നിങ്ങളെ ഈ ഞാൻ പറയുന്ന ഇൻഫർമേഷൻ സഹായിക്കും. ഈശോ ജനിച്ചത് ബേത്ലഹേമിലാണ്. ഈശോ വളർന്നത് ഗലീലയിലെ നസറത്ത് എന്ന ഗ്രാമത്തിലാണ്. ഗലീലയിലുള്ള സ്ഥലങ്ങളായിരുന്നു നസറത്ത്, കഫർനാം, കാന തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഗലീലയിലെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈശോ ജനിച്ചത് ബേത്ലഹേമിലാണെങ്കിൽ ഈശോ ചെറിയ പ്രായം മുതൽ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഈശോ വളരുന്നത് പ്രധാനമായും ഗലീലയിലാണ്. അപ്പോൾ ഈശോയുടെ പരിചയങ്ങളും മുഴുവൻ ബന്ധുക്കളും പരിചയക്കാരും സുഹൃത്തുക്കളും എല്ലാം ഗലീലയിലാണ്. അങ്ങനെ ഗലീലയിൽ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചു. ഗലീലയിലെ കാനായിലാണ് ഈശോ ആദ്യത്തെ അടയാളം പ്രവർത്തിക്കുന്നതെന്ന് യോഹന്നാൻ പറയുന്നു. ഗലീലയിലെ കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. അവൻ അനേകം പിശാച് ബാധിതരെ സുഖപ്പെടുത്തി, അനേകം രോഗികളെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. ഇപ്പൊ കർത്താവിൻ്റെ ഗലീലയിലെ ആദ്യത്തെ ശുശ്രൂഷ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങള് ഇനി നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഗലീലയിലാണ് മുഴുവൻ സമയം ചെലവഴിച്ചിരുന്നത്. അവിടുന്ന് പതുക്കെ ഈശോ യാത്ര ചെയ്ത് പരസ്യ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈശോ ജെറുസലേമിലേക്ക് വന്നു. ജെറുസലേം എന്ന് പറയുന്നത് യൂദയ എന്ന പ്രദേശത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് നോക്കിയേ. ഒന്ന് ഗലീലയിലാണ് യേശുവിന്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. പരസ്യ ജീവിതം, അതായത് 30-ാമത്തെ വയസ്സിൽ സ്നാപയോഹന്നാന്റെ കയ്യിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ഉടനെ ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങി. പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ഈശോ ആരംഭിക്കുന്നത് ഗലീലയിലാണ്. ഗലീലയിൽ നിന്ന് അടുത്ത 3 വർഷം കർത്താവിന്റെ ശുശ്രൂഷ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് ഗലീലയിൽ നിന്ന് യൂദയായിലേക്ക്, ജെറുസലേമിലേക്കുള്ള യാത്രയായിരുന്നു യേശുവിന്റെ പരസ്യ ജീവിതം. അപ്പൊ ഈ യാത്രയിലാണ് ഈശോ. അങ്ങനെ യാത്ര ചെയ്ത് ഈശോ, നമ്മൾ ഇന്നലെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വായിച്ച വചനഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ജെറുസലേമിനോടടുത്തു ബഥാനിയ, ബത്ഫേഗെ എന്നീ ഗ്രാമങ്ങളോട് സമീപിച്ചപ്പോൾ, ആ ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ച് കൊണ്ടുവരിക. ഗുരുവൻ അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് 2 ശിഷ്യന്മാർ പോയി എതിരെ കാണുന്ന ഗ്രാമത്തിൽ നിന്ന് കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് വന്നു. കഴുതയുടെ പുറത്ത് ഈശോ കയറിയിരുന്നു. ശ്രദ്ധിക്കുക. അപ്പൊ ഈശോ ജെറുസലേമിലേക്ക് അടുക്കുകയാണ്. ഇനി എന്താണ് ജെറുസലേമിലേക്ക് ഈശോ പോകുന്നതിന്റെ ഉദ്ദേശം? ജെറുസലേമിലാണ് ഈശോ വിചാരണ ചെയ്യപ്പെടുന്നത്, ഈശോ പീഡിപ്പിക്കപ്പെടുന്നത്, വധിക്കപ്പെടുന്നത്, അടക്കപ്പെടുന്നത് എല്ലാം ജെറുസലേമിലാണ്. തുടങ്ങിയത് എവിടാണ്? ഇറ്റലിയിലോ? ഗലീലയിലാണ് തുടങ്ങിയത്. അപ്പൊ ഗലീലയിൽ നിന്ന് ആരംഭിച്ച് ഈ യാത്ര അവസാനിക്കുന്നത് എവിടെയാണ്? ജെറുസലേമിൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി അങ്ങ് പത്തനംതിട്ടയിലാണ്, അല്ലെ കൊട്ടാരക്കരയാണ് ഇത് അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചോ.
ഈശോയുടെ യാത്ര തിരുവനന്തപുരത്തും തുടങ്ങി കൊട്ടാരക്കരയിലാണ് അവസാനിപ്പിക്കുന്നതെങ്കിൽ, അതുപോലെ വളരെ ദീർഘദൂരമുള്ള ദൂരക്കൂടുതലുള്ളൊരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് ഗലീലി തുടങ്ങി ഈശോ ജെറുസലേമിൽ അവസാനിപ്പിക്കുന്നു. നല്ല ദൂരമുണ്ട്. അപ്പൊ ഈ ഗലീലിയിൽ നിന്ന് ഇങ്ങനെ വന്ന് 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 ബഥാനിയ, ബത്ഫേഗ, കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 6 കിലോമീറ്റർ കഴിഞ്ഞാൽ ജെറുസലേം. ജെറുസലേമിൽ ഈശോയ്ക്ക് പരിചയക്കാരാരുമില്ല. ജെറുസലേമിൽ ഈശോയെ സ്വീകരിക്കുന്ന വീടുകളില്ല. ജെറുസലേമിൽ യേശുവിന് ബന്ധുബലമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, സ്പോൺസേഴ്സ് ആരുമില്ല. ജെറുസലേം മുഴുവൻ യേശുവിന്റെ ശത്രുക്കളാണ്. അതിന് ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ജെറുസലേം ദേവാലയത്തിൽ പഠിപ്പിച്ചിട്ട് ആ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഒരു വീട്ടിൽ പോലും യേശുവിനെ വിളിക്കാത്തത് കൊണ്ട് 7-ാം അധ്യായത്തിന്റെ അവസാനം നിങ്ങൾ വായിച്ചാൽ 8-ാം അധ്യായത്തിന്റെ ആരംഭ വചനവും വായിച്ചാൽ ഇത് വ്യക്തമാവും. കിടന്നുറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാത്തത് കൊണ്ട് ഈശോ ആ രാത്രിയിൽ ഒലിവുമലയിൽ പോയി ഏതോ ഒരു മരച്ചുവട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ജെറുസലേമിൽ യേശുവിന് കൂട്ടില്ല, കൂടാരങ്ങളില്ല, ബന്ധുബലമില്ല, സ്വീകരിക്കുന്ന ഭവനങ്ങളില്ല, ആരുമില്ല. ഗലീലയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഗലീലയിൽ യേശുവിന് 2 വീടുണ്ടായിരുന്നു. സ്വന്തമായ വീടാണോ എന്നറിയില്ല. നസറത്തിൽ എന്തായാലും ഈശോയ്ക്ക് ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു. കഫർനാമിൽ യേശു സ്ഥിരമായി താമസിച്ചിരുന്നൊരു വീടിനെ പറ്റി സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. കൂട്ടുകാരുടെ വീടാവാം, ബന്ധുക്കളുടെ വീടാവാം. ചിലർ പറയുന്നുണ്ട് പത്രോസിന്റെ വീടാണെന്ന് പറയുന്നുണ്ട്. അറിയാൻ പാടില്ല. ഏതായാലും ഈശോയ്ക്ക് ഗലീലയിൽ താമസിക്കാൻ മിനിമം 2 സ്ഥലങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ ആളുകൾ യേശുവിനെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. ജെറുസലേമിൽ യേശുവിന് ആരുമില്ല. അപ്പൊ ഈ യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഗലീലയിൽ നിന്നിങ്ങനെ യാത്ര ചെയ്ത് ജെറുസലേമിനോട് അടുക്കും തോറും ഈശോ ഒറ്റപ്പെടുകയാണ്. ആ ഒറ്റപ്പെടലിന്റെ ആഴത്തിലാണ് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായി ചെല്ലുന്ന സമയത്ത് ഈശോ 3 ശിഷ്യന്മാരെ കൂടെ കൂട്ടി പോയിട്ട് അവരോട് പറയുന്നത്, എന്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കാമോ? അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഈ യാത്രയിൽ ജെറുസലേമിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് യേശുവിന് സ്വീകരണം കൊടുത്തിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അത് ബഥാനിയയിലെ ഒരു വീടാണ്. ആ വീട് ലാസറിന്റെ വീടാണ്. ഈ വീട് നിങ്ങൾ ഈ 3 ദിവസം വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ വീട് യേശുവിന്റെ പീഡാനുഭവങ്ങളോട് വളരെ അടുത്തു നിന്ന ഒരു വീടാണ്. ബഥാനിയയിലെ ലാസറിന്റെ വീട്ടിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഞായറാഴ്ച ദിവസം ഈശോ ബഥാനിയയിൽ നിന്ന് ശിഷ്യന്മാരെ 2 പേരെ കഴുതക്കുട്ടി അഴിച്ചു കൊണ്ടുവരാൻ വേണ്ടി വിട്ട് കഴുതക്കുട്ടി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് ഈശോ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. അവിടെ ഈശോ ജെറുസലേമിലെത്തി. ജെറുസലേം ദേവാലയത്തിൽ ചെന്നു. ഇന്നലെ നിങ്ങൾ ബൈബിള് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചെങ്കിൽ ദേവാലയത്തിൽ ചെന്ന് എല്ലാം ചുറ്റിക്കണ്ട് നോക്കിയതിന് ശേഷം സുവിശേഷം എങ്ങനെയാണ് അവസാനിച്ചത്? ഒരു 3 തവണയെങ്കിലും സുവിശേഷം ഇന്നലെ മലങ്കരക്കാർ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ആ 3 സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദേവാലയത്തിൽ ചെന്ന് എല്ലാം ചുറ്റിക്കണ്ടതിന് ശേഷം അവൻ ബഥാനിയയിലേക്ക് തിരിച്ചുപോയി. അപ്പൊ ഞായറാഴ്ച, അതായത് ഇന്നലെ രാത്രി ഈശോ ഉറങ്ങിയത് എവിടാണ്? ബഥാനിയയിലാണ്. ആരുടെ വീട്ടിലാണ്? മർത്തയുടെയും മറിയത്തിന്റെയും ലാസറിന്റെയും വീട്ടിലാണ്. മർത്തയുടെയും മറിയത്തിന്റെയും ലാസറിന്റെയും വീടിന്റെ പ്രത്യേകത, ഈ വീട് യേശുവിന് കുട്ടിക്കാലം മുതൽ പരിചയമുണ്ടായിരുന്ന വീടാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നത്. കുട്ടിക്കാലം മുതൽ, അതായത് യേശു ജെറുസലേമിൽ തിരുനാളിന് മാതാപിതാക്കന്മാർ യേശുവിനെ ആണ്ടുതോറും കൊണ്ടുപോകുമ്പോൾ അവർ ഇടയ്ക്ക് തങ്ങിയിരുന്ന വീടാണ്. അവരുടെ ബന്ധുക്കളിൽ ആരുടെയോ ഒരു വീടാണിത്. അല്ലെങ്കിൽ ബന്ധമുണ്ടായിരുന്നൊരു വീടാണ്, അല്ലെങ്കിൽ ഒത്തിരി അടുപ്പമുണ്ടായിരുന്നൊരു വീടാണ്. ആ വീട് യേശുവിന് ഒരു 2ാം വീട് പോലെയായിരുന്നു. മാർത്തയും മേരിയും ലാസറും യേശുവിന്റെ കളിക്കൂട്ടുകാരായിരുന്നു. അത് പറയുന്നതിന് സുവിശേഷത്തിൽ ഒരു ന്യായമുണ്ട്. മാർത്തയുടെയും മറിയത്തിന്റെയും വീട്ടിൽ യേശു വരുമ്പോ അടുക്കളയിൽ ഒരു പിണക്കം നടക്കുകയാണ്. അടുക്കളയിൽ നടക്കുന്ന പിണക്കം എന്താണ്? മാർത്തയ്ക്ക് ഒരു പരിഭവം, മേരി എന്നെ സഹായിക്കുന്നില്ല, മറിയ എന്നെ സഹായിക്കാതെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോ നല്ല ബന്ധമുള്ളത് കൊണ്ടാണ്, നല്ല അടുപ്പമുള്ളത് കൊണ്ടാണ് അടുക്കളയിലെ പിണക്കം പൂമുഖത്ത് വന്നിട്ട് യേശുവിനോട് പറയുന്നത്, എന്നെ സഹായിക്കാൻ അവളോട് പറ. ഈശോ ഒറ്റയ്ക്കല്ലേ, നിങ്ങൾ ഓർത്തണം. 12 ശിഷ്യന്മാരുണ്ട്. യേശു വരുന്നിടത്തെല്ലാം ഇഷ്ടം പോലെ ആളും കൂടുമായിരുന്നു.
പബ്ലിക്കായിട്ട് യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി വന്നിട്ട് പറയുന്നത്, എന്നെ സഹായിക്കാൻ അവളോട് പറ. ചുമ്മാ ഒരാൾ അങ്ങനെ പറയില്ലല്ലോ, നല്ല അടുപ്പമുള്ള ആളെ പറയൂ. നല്ല അടുപ്പം ഉണ്ടെങ്കിലേ അങ്ങനെ പറയൂ, അടുപ്പം ഉള്ളവർക്കേ അങ്ങനെ പറയാൻ പറ്റൂ. അപ്പോൾ മർത്തയും മേരിയും ലാസറും മാത്രമല്ല, ലാസറിനെ ഈശോ അത്യധികം സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് അവന്റെ കുഴിമാടത്തിന് മുമ്പിൽ എത്തുമ്പോൾ ഈശോ കരയുന്നത്. ഈശോ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ ആകെക്കൂടിയുള്ളൊരു സൂചന, മറ്റൊരാളുടെ സങ്കടം കണ്ടിട്ട് കർത്താവിന് നിയന്ത്രണം വിട്ട് കർത്താവ് കരഞ്ഞു പോകുന്നത് ഈ ലാസറിന്റെ മരണത്തിന്റെ ആ ഖബറിന്റെ മുമ്പിൽ, കല്ലറയുടെ മുമ്പിൽ ചെല്ലുമ്പോഴാണ്. അപ്പൊ ഈ ബഥാനിയയിലെ വീട് ഓർത്തിരിക്കണം. കാരണം ഞായറാഴ്ച രാത്രി ഈശോ അന്തി ഉറങ്ങുന്നത് ബഥാനിയയിലാണ്, തിങ്കളാഴ്ച രാത്രി ഈശോ അന്തി ഉറങ്ങുന്നത് ബഥാനിയയിലാണ്, ചൊവ്വാഴ്ച രാത്രി ഈശോ അന്തി ഉറങ്ങുന്നത് ബഥാനിയയിലാണ്, ബുധനാഴ്ച രാത്രി ഈശോ അന്തി ഉറങ്ങുന്നത് ബഥാനിയയിലാണ്. അതായത് പീഡാനുഭവത്തോട് സമീപിക്കുന്ന ഓരോ ദിവസവും ഈശോയുടെ രാത്രിയിലെ താമസ സ്ഥലമായിരുന്നു ബഥാനിയയിലെ വീട്. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞായറാഴ്ച ദിവസം ഈശോ ദേവാലയം എല്ലാം ചുറ്റിക്കണ്ടതിന് ശേഷം ഈശോ ബഥാനിയയിലേക്ക് വന്നു. തിങ്കളാഴ്ച നടന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈശോയുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച നടന്നത്, അതായത് ഇന്ന് നടന്നത്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ബഥാനിയയിൽ നിന്ന് ഈശോ രാവിലെ എഴുന്നേറ്റ് വീണ്ടും ജെറുസലേമിലേക്ക് പോവാണ്. എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? 6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഈശോയും ശിഷ്യന്മാരും ഇങ്ങനെ നടന്ന് ബഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് ഈശോയ്ക്ക് വിശന്നു. അപ്പൊ ഈശോ എവിടെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു അത്തിവൃക്ഷം, ഇഷ്ടം പോലെ പഴമുണ്ടെന്ന് തോന്നിപ്പിച്ച് ഒരു അത്തിവൃക്ഷം ഈശോ കണ്ടപ്പോ അതിനടുത്ത് ചെന്നു. പഴമുണ്ടോ എന്ന് നോക്കി, പഴമില്ല. അപ്പൊ ഈശോ ഇതിനെ ശപിച്ചു. ഇനി ഒരിക്കലും ആരും നിന്നിൽ നിന്ന് പഴം പറിച്ച് തിന്നാതിരിക്കട്ടെ, ഫലമില്ലാതെ പോട്ടെ എന്ന് പറഞ്ഞ് ഈശോ ശപിച്ചു. ഇത് നടക്കുന്നത് ഈ തിങ്കളാഴ്ച ദിവസമാണ്. അപ്പൊ ഈശോ ബഥാനിയയിലേക്ക് പോകുന്ന വഴിക്ക് അത്തിവൃക്ഷം ഇലച്ചാർത്ത് കൊണ്ട്, ഇലയുടെ നിബിഡത കൊണ്ട്, തഴച്ചു വളർന്നു നിൽക്കുന്ന ഇലകളുടെ ബാഹുല്യം കൊണ്ട് പഴമുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കിയ, പഴമുണ്ടെന്ന തോന്നലുണ്ടാക്കിയ ഈ അത്തിവൃക്ഷത്തെ ഈശോ ശപിക്കുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. ഇനി ഈശോ ഉച്ചയാവുമ്പോഴേക്കും ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ ചെന്നിട്ട് തിങ്കളാഴ്ച നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈശോ ദേവാലയം ശുദ്ധീകരിച്ചു. ഈശോ കച്ചവടക്കാരുടെ മേശകൾ തട്ടിമറിച്ചിട്ടു. നാണയം മാറ്റാനിരിക്കുന്നവരെയും പ്രാവുകളെ വിൽക്കാനിരിക്കുന്നവരുടെയും മേശകൾ തട്ടിമറിച്ചിട്ട്, എൻ്റെ പിതാവിൻ്റെ ആലയമാണ് ഇത്, എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം ഇന്ന് അത് അറിയപ്പെടും, നിങ്ങൾ ഇതിനെ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതും ഈ തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോ മനസ്സിലാക്കാൻ വേണ്ടി, അപ്പൊ ഈ ഓശാന കഴിഞ്ഞ് വരുന്ന പീഡാനുഭവ വാരത്തിലെ തിങ്കളാഴ്ച ദിവസം, ഓശാന ഞായറാഴ്ച രാത്രിയിൽ ഈശോ ബഥാനിയയിലെ ലാസറിന്റെയും മർത്തയുടെയും മേരിയുടെയും വീട്ടിൽ അന്തിയുറങ്ങി. പ്രഭാതത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈശോ നടന്നു പോകുന്ന വഴിക്ക് അത്തിവൃക്ഷത്തെ കാണുന്നു. അത്തിവൃക്ഷത്തിൽ ഫലമില്ലെന്ന് തിരിച്ചറിയുന്നു. ഇനി ഒരിക്കലും പഴമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ ശപിക്കുന്നു. അതിനുശേഷം ഈശോ ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. ദേവാലയത്തിൽ അശുദ്ധി നടക്കുന്നത് കണ്ടിട്ട് ആ ദേവാലയത്തെ കർത്താവ് കോപിച്ച് ദേവാലയത്തിലെ കച്ചവടക്കാരെ പുറത്താക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് തിങ്കളാഴ്ച ദിവസം നടക്കുന്നത്. ഇനി ഇതും നമ്മളും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ നമ്മൾ അറിഞ്ഞിട്ട് ഇപ്പൊ എന്നാ ഗുണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒറ്റ കാര്യം മാത്രമേ ഇത് ഞാൻ പറയും, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോകും. അതായത് അത്തിവൃക്ഷത്തെ ഈശോ ശപിച്ചത് എന്തിന്? ബൈബിള് വായിക്കുന്നവരെ പലപ്പോഴും കുഴക്കിയിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. ഈശോ അവിടെ പറയുന്നുണ്ട്, അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അത്. ഇപ്പൊ കാലം അല്ലെങ്കിൽ പിന്നെ പഴം ഉണ്ടാവുമോ? അതായത് മാവ് പൂക്കുന്ന, മാങ്ങ ഉണ്ടാവുന്ന കാലമല്ല. മാവിന്റെ ഒട്ടി ചെന്നിട്ട് പഴമില്ലെന്ന് പറഞ്ഞ് മുട്ടിഞ്ഞു പോട്ടെ എന്ന് പറയാം. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാം കേട്ടോ. അറിയാത്ത പോലെ ഒന്നും ഇരിക്കരുത്. എത്ര തവണ അത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ അവിടെ നമ്മൾ പ്ലാവിന്റെ മുട്ടി ചെന്നിട്ട് ചക്ക ഉണ്ടാവുന്ന കാലമല്ലത്. അപ്പൊ എന്നിട്ട് ചക്ക ഉണ്ടോ നോക്കിയിട്ട് ചക്കയില്ല, മുടിഞ്ഞു കൂട്ടി, നീ ഒരിക്കലും ചക്ക ഉണ്ടാവാതിരിക്കും എന്ന് പറയാന്ന് വെച്ചോ. അപ്പൊ അങ്ങനെ പറഞ്ഞ അത് എന്തൊരു മോശപ്പെട്ട കാര്യം. അതൊരു നല്ല സ്വഭാവമാണോ? അത്
എടാ, മാങ്ങ ഉള്ള സമയത്ത് ചെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ശപിച്ചോ. അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രശ്നം. അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവത്തിലെ പ്രശ്നം ഇതാണ്. അത്തിവൃക്ഷങ്ങളുടെ കാലം അല്ലത്. പഴം ഉണ്ടാവാത്തൊരു സമയത്ത് നീ മരത്തിന് എപ്പോ പഴം ഉണ്ടാവണം എന്നൊക്കെ തീരുമാനിച്ചതാരാ? ദൈവമല്ലേ. ആ ദൈവം വന്നിട്ട് പഴമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശപിക്കാം. അതൊരു പന്ന പരിപാടിയല്ലേ? ആണോ? നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? നിങ്ങൾ തമിഴ്നാട്ടുകാർ ബംഗാളികളോ മലയാളം മനസ്സിലാവുമോ? മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് ഇതിനകത്ത് ഒരു ആശയം മനസ്സിലാക്കേണ്ടത്. അത്തിവൃക്ഷങ്ങളുടെ കാലമല്ല, പഴമുണ്ടാവാൻ സാധ്യതയില്ലാത്ത കാലമാണ്. അപ്പോൾ പോയി ശപിക്കാം. അപ്പം അതുകൊണ്ടാണ് ബൈബിള് പഠിക്കുന്ന ആളുകൾ പറയും, ഇത് അത്തിവൃക്ഷത്തെ ശപിച്ച സംഭവമല്ല, മറിച്ച് ഇത് ഒരു ഉപമയാണ്. ഉപമ എന്ന് പറഞ്ഞാൽ വിതക്കാരന്റെ ഉപമ, കളകളുടെ ഉപമ. നിങ്ങൾക്ക് പറഞ്ഞ ഉപമ കേട്ടിട്ടുണ്ടോ? കടുകമണിയുടെ ഉപമ ഈശോ പറഞ്ഞ കഥകളാണത്. എന്ന് പറഞ്ഞ പോലെ പ്രവൃത്തിയിലൂടെയുള്ള ഒരു ഉപമയാണ് ഇതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഇസ്രായേൽ എന്ന ജനത്തെയാണ് ഈ അത്തിവൃക്ഷം സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ എന്ന ജനത്തിന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ വന്ന ഒരു കാലം. എത്ര കാലം ഈ കൃഷിക്കാരൻ കാത്തിരുന്നിട്ടും അധ്വാനിച്ചിട്ടും ഇസ്രായേൽ എന്ന യഹൂദ ജനത എന്ന ഈ മഹാവൃക്ഷത്തിൽ നിന്ന് പഴമുണ്ടാകാത്ത ഒരു സാഹചര്യം. ഇപ്പൊ കർത്താവ് പറയുകയാണ്, ഇനി ഈ ജനതയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇനി ഈ ജനതയിൽ നിന്ന് ഫലം ഉണ്ടാവില്ല. ഈ ജനതയിൽ നിന്ന് ഇനി നന്മ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആ ജനത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും യേശുവിന് നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള സൂചനയാണ് എന്നാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്. എനിക്കും അത്രേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തുകയാണ്. അതായത് ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കി നിരാശപ്പെടുമോ? ഇതാണ് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. എന്റെയും നിന്റെയും ജീവിതത്തെ നോക്കി ദൈവം ഹോപ്പ്ലെസ്, ഇനിയിപ്പോ ഇതിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവാൻ സാധ്യതയില്ല, ഇതിൽ നിന്ന് ഇനി ഒരു രക്ഷയില്ല, ഇതിൽ നിന്ന് ഇനി ഒരു നന്മ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ദൈവം പോലും നമ്മുടെ ജീവിതത്തെ നോക്കി നിരാശപ്പെടുമോ? പ്രിയപ്പെട്ടവരെ, പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ആദ്യത്തെ ദിവസം കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇഷ്ടം പോലെ ഫലമുള്ള ജീവിതമായി, ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. ഓരോ ജീവിതത്തിൽ നിന്നും ഫലമുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ, ലോകത്തിന്റെ കണ്ണിൽ ഒരു നേട്ടമില്ലാത്തൊരു മനുഷ്യൻ 100-200 പേരെ പെട്ടെന്ന് ഒറ്റ സെന്റൻസ് കൊണ്ട് പ്രകാശിപ്പിച്ചത് കണ്ടോ? ലോകത്തിന്റെ കണ്ണിൽ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരാള്, പക്ഷേ നല്ല നിറയെ ഫലമുള്ള ഒരു ആളാണ് രാമചന്ദ്രൻ. അപ്പൊ നമ്മുടെ ജീവിതം, നമ്മൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത്, നമ്മൾ ഇടപഴകുന്ന സാഹചര്യത്തിൽ, നമ്മൾ കയറി ചെല്ലുന്ന വീടുകളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം എനർജി, എന്തുമാത്രം ഫലം, എന്തുമാത്രം സന്തോഷം നമ്മുടെ ജീവിതം കൊടുക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം ഉൽപ്പത്തി പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, ജോസഫിനെ ഓർത്ത്, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ ജോസഫിനെ ഓർത്ത് പോത്തിഫറിനെയും അവന്റെ വീടിനെയും വയലിനെയും അവനുണ്ടായിരുന്ന സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. ജോസഫിനെ ഓർത്ത്, അതായത് ജോസഫ് എന്ന ചെറുപ്പക്കാരൻ പോത്തിഫറിന്റെ വീട്ടിൽ കാലുകുത്തുമ്പോ പോത്തിഫർ എന്ന വിജാതീയനെ ദൈവം അനുഗ്രഹിക്കുന്നത് ജോസഫിനെ ഓർത്തിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊഴിച്ച്, യുവതയുവാക്കന്മാരൊഴിച്ച് ബാക്കി ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെല്ലാം ഓരോ വീട്ടിലേക്ക് കയറിച്ചെന്ന ജോസഫുമാരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കയറിച്ചെന്ന് കാലുകുത്തിയപ്പം മുതൽ നിങ്ങൾ കാലുകുത്തിയ വീടിന്റെ ഗ്രാഫ് മുകളിലേക്കായിരുന്നോ കീഴോട്ടായിരുന്നോ? ഇതാണ് ഫലം. അതായത് നിങ്ങൾ ചെന്ന് കാലുകുത്തിയപ്പം മുതൽ നിങ്ങൾ കാലുകുത്തിയ വീടിന്റെ അവസ്ഥ എന്താണ്?
മുങ്ങിത്താഴാൻ തുടങ്ങുന്ന ഒരു കപ്പലാക്കി നിങ്ങൾ ആ വീടിനെ മാറ്റിയോ? നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ വീടിന് എന്തുമാത്രം പുരോഗതി ഉണ്ടായി? നിങ്ങൾ കാല് ചവിട്ടിയപ്പോ മുതൽ ആ വീടിന്റെ തലവര മാറിയോ? പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ പോകുന്ന സംഭവമുണ്ട് ബൈബിളിൽ. എലിസബത്തിനെ കാണാനായിട്ട് പരിശുദ്ധ അമ്മ ചെല്ലുമ്പോൾ ആ വീട്ടിൽ 2 സങ്കടമുണ്ട്. ഒന്നാമത്തെ സങ്കടം ഇതാണ്: ദൈവം പറഞ്ഞ കാര്യം അവിശ്വസിച്ചിട്ട് ഗബ്രിയേൽ മാലാഖ ഗോദറേജിന്റെ കനത്ത താഴിട്ട് അധരങ്ങളെ പൂട്ടിയ ഒരു ചേട്ടൻ ആ വീട്ടിലുണ്ട്. ചേട്ടന്റെ പേര് സക്കറിയ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ അവിശ്വസിച്ചതുകൊണ്ട്, യഥാകാലം സംഭവിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തിയ കാര്യം അവിശ്വസിച്ചതുകൊണ്ട് നീ ഊമനായി തീരുമെന്ന് പറഞ്ഞ് മാലാഖ വായടച്ചു കളഞ്ഞ ഒരു പുരോഹിതൻ ഈ വീടിനകത്തിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു സങ്കടം എന്താന്ന് വെച്ചാല്, ഈ ചേച്ചിമാർക്കൊരു സൂക്കേടുണ്ട്. എന്താണെന്നറിയാമോ? അവരിങ്ങനെ ഡയറക്റ്റായിട്ട് കുത്താൻ പറ്റിയില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തും. ഇവിടെ അല്ല, ഉഗാണ്ടയിലുള്ള സഹോദരിമാരുടെ ഒരു പ്രത്യേകതയാണത്. അതായത് ഡയറക്റ്റായിട്ട് കുത്താൻ പറ്റിയില്ലെങ്കിൽ ഈ അടിപ്പര ചൊർപ്പിടോ ഇൻഡയറക്റ്റ് കുത്ത്. എലിസബത്ത് ചേച്ചി മോശമല്ലായിരുന്നു. എന്താണെന്നറിയാമോ? പരിശുദ്ധ അമ്മ ആ വീട്ടിലേക്ക് വന്ന് കാല് കുത്തുമ്പോ എലിസബത്ത് പറയുന്ന ഡയലോഗുകളിലൊന്നും ഇതാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് പറയുമ്പോ ഈ ചേച്ചിയുടെ നോട്ടം എങ്ങോട്ടായിരുന്നു അറിയാമോ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കുത്താർക്കിട്ടാണ്, എട്ടിയോനിട്ടാണ്. കാരണം എന്താണ്? വിശ്വസിക്കാതെ ഒരുത്തൻ ക്ലിപ്പിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണ് ഈ ചേട്ടന്റെ സങ്കടം. നാഴേക്ക് 40 വട്ടം ഈ ചേച്ചി കുത്തിക്കൊണ്ടിരിക്കുക. എന്നാലും നിങ്ങൾ പുരോഹിതനല്ലേ? നിങ്ങൾ ഇങ്ങനെ വെറുതെ ആട്ടിക്കൊണ്ട് നിന്നപ്പോ നിങ്ങൾ എന്നാ വിചാരിച്ചത്? ഇത് ദൈവസന്നിധിയിൽ ധൂപം വീശിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബോധമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമോ? മാലാഖ വന്നാൽ അത് വിശ്വസിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പ്രായമാണേലും ചേച്ചി മോശമല്ല, ചേച്ചി ഇങ്ങനെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ചേട്ടന്റെ അവസ്ഥ ഇതാണ്. ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ്. എന്നാലും എൻ്റെ ദൈവമേ, ഞാനങ്ങ് വിശ്വസിച്ചില്ലല്ലോ എന്നുള്ളതാണ് ചേട്ടന്റെ സങ്കടം. ഇനി എന്തെന്നറിയാമോ? എന്തിനെയാണോ അയാൾ അവിശ്വസിച്ചത് അത് ഓരോ ദിവസം കഴിയും തോറും വീർത്ത് വരിക. ചേച്ചിയുടെ വയറ് വീർത്ത് വരുന്നത് കാണും തോറും ഇയാൾക്ക് സങ്കടമാണ്. ദൈവമേ, ഇതാണല്ലോ ഞാൻ അവിശ്വസിച്ചത്. അപ്പൊ ഈ മാനസികമായി വളരെ തകർന്ന ഒരു ചേട്ടൻ, അപ്പച്ചനാണ്, പ്രായമുള്ള ആളാണ്. പൊതുവെ സ്ത്രീകൾ ദുർബലരാവുന്ന കാലമാണ് ഗർഭധാരണ കാലം എന്നാ പറയുന്നത്. അപ്പൊ ഈ സ്ത്രീ ഒരമ്മച്ചിയും കൂടെ ആണെങ്കിലോ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞവരാണ്. ഒന്നാമതേ വയ്യാതിരിക്കുകയാണ്, ആ കൂട്ടത്തിൽ വല്യമ്മച്ചിയും കൂടാണ്. അപ്പോൾ ശാരീരികമായി അവശതയാണ് എലിസബത്തിന്. ശ്രദ്ധിക്കണം നിങ്ങളിത്. മെന്റലി സക്കറിയ വീക്കാണ്, ഫിസിക്കലി എലിസബത്തും വീക്കാണ്. ഒരുത്തന് മനസ്സിനും സന്തോഷമില്ല, ചേച്ചിക്ക് ശരീരത്തിനും സുഖമില്ല. അങ്ങനെ രണ്ടുപേരൂടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് കത്തിച്ചു പിടിച്ചൊരു വിളക്ക് പോലെ ഒരു പെങ്കൊച്ച് കയറി ചെല്ലുന്നത്. ഇനി നിങ്ങൾ ബൈബിൾ തുറന്ന് ശ്രദ്ധിച്ച് വായിച്ചോളുക. ആ ചേച്ചി അങ്ങോട്ട് ചെന്ന്, പരിശുദ്ധ കന്യകാമാതാവ് അങ്ങോട്ട് ചെന്ന് കാല് കുത്തിയപ്പം മുതൽ എലിസബത്തിന് എനർജി. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. മറ്റേതിങ്ങനെ നാല് നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ മനുഷ്യ എന്നൊക്കെ പറഞ്ഞിരുന്ന അമ്മച്ചിയാണ്. വളരെ വീക്കായിരുന്നു. എനർജി ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ്. എനർജി പവർ ആവുകയാണ്. ഈ ചേച്ചി അങ്ങോട്ട് ചെന്ന് കാലുകുത്തിയപ്പോ മുതല്, പരിശുദ്ധ കന്യകാമറിയം ചെന്ന് കാലുകുത്തിയപ്പോ മുതല് ആ വീട്ടിൽ എനർജിയായി. ഉടനെ എലിസബത്ത് പറയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് വയറ്റിക്കിടക്കുന്നവനൊരു സമാധാനമില്ല. അവൻ 2 ഹൈ ജമ്പ്, ഒരു ലോങ് ജമ്പ്, ഒരു കുത്തി മറിച്ചിട്ട് അവൻ്റെ സ്വസ്ഥതയില്ല. കാരണം ഇത് അങ്ങ് കർത്താവിൻ്റെ അമ്മ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിക്ക് എനർജി, അപ്പച്ചൻ എനർജി. അപ്പൊ ഈ ചെറുക്കൻ വേണ്ടായിരിക്കോ? അവന് എനർജി,
ബൂസ്റ്റ് കലക്കി കുടിച്ചവനാണ് അവൻ പിന്നെ കിടന്ന് തലകുത്തി മറിയുന്നത്. തുള്ളിച്ചാടി എന്നാണ്, തുള്ളിച്ചാടി. അങ്ങനെയൊക്കെ പറ്റുമെന്നറിയില്ല, പറ്റുമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. അതായത് എന്തെന്നറിയാം, ഒരാൾ കയറി ചെന്നാണ് തകർന്നു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ദൈവത്തിന്റെ മകനെ നീ കയറി ചെന്നാൽ അവിടെ എനർജി മാറും, എനർജി ലെവല് മാറും. അതാണ് ഒരാളുടെ അകത്ത് ദൈവം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ എങ്ങനെ അറിയുന്നത്? ഒരാള് ആത്മീയനാണോ അല്ലേ എന്നൊക്കെ എങ്ങനെ അറിയുന്നത്? കാരണം ഏത് തകർച്ചയിലേക്ക് ഒരാൾ ചെന്ന് കാല് ചവിട്ടുമ്പോഴും ഓട്ടെ സിറ്റുവേഷൻ മാറി, അവിടെ വ്യത്യാസമായി. അപ്പൊ ഇതാണ് ഫലം. ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് ദൈവം ചോദിക്കുകയാണ്, ഫലമുണ്ടോ? ഈ തിങ്കളാഴ്ച ദിവസം ബഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് നടന്നു പോകുന്ന ഈശോ നടന്നു പോകുന്നത് നമ്മുടെ വീടിന്റെ നടവരമ്പിലൂടെയാണ്. ബഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള റോഡ് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടുള്ള ഇടവഴിയാണ്. ഇന്ന് ഈശോ ആ വഴിയെ നടക്കുന്നുണ്ട്. നടന്നു പോകുന്ന ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഫലമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത ഏതാണ്? എൻ്റെ ജീവിതത്തിൽ ഫലം ഉണ്ടാവണം. നമ്മൾ എവിടെ ചെന്ന് നിന്നാൽ, അതാണ് ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. വെറുതെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ എനർജി മാറി. എന്താ? ഒന്നുമില്ല. എന്താ കയ്യിൽ? 2 കവറാണ് കയ്യിൽ. ആ ജീവനാന്ത സമ്പാദ്യം 2 പ്ലാസ്റ്റിക് കൂട്. പക്ഷേ എനർജി. നിങ്ങൾ പാടുന്നതിൽ നന്നായിട്ട് മലങ്കര കുർബാനയുടെ പാട്ടും പ്രതിവാക്യവും ഈ മനുഷ്യൻ പാടും. മാമോദീസ മുങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. രാമേന്ദ്രൻ മാമോദീസ മുങ്ങിയിട്ടുണ്ടോ? രാമേന്ദ്ര തട്ടിയ രാമേന്ദ്ര, കേൾക്കാമോ? മാമോദീസ മുങ്ങിയിട്ടുണ്ടോ? ഇല്ല. കണ്ടോ? പക്ഷെ ഇപ്പോ കുർബാന ചൊല്ലിയാൽ അതിന്റെ ബാക്കി നിങ്ങൾ പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ രാമേന്ദ്രൻ പറയും. എനർജി, പവർ, ഫലം. ഫലമുണ്ടാവാൻ കണ്ണ് വേണമെന്നില്ല, ഫലമുണ്ടാവാൻ വീട് വേണമെന്നില്ല, ഫലമുണ്ടാവാൻ ജോലി വേണമെന്നില്ല, ഫലമുണ്ടാവാൻ 2 നില വീട് വേണമെന്നില്ല, ഫലമുണ്ടാവാൻ പ്രമോഷൻ കിട്ടണമെന്നില്ല, ഫലമുണ്ടാവാൻ ബാങ്ക് ബാലൻസ് വേണമെന്നില്ല, ഫലമുണ്ടാവാൻ നല്ല ഉടുപ്പ് വേണമെന്നില്ല. ഫലമുണ്ടാവാൻ അകത്ത് ഈ വെളിച്ചം ഉണ്ടായാൽ മതി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നാമത്തെ കാര്യം ഇതാണ്, കർത്താവ് അത്തിവൃക്ഷത്തെ ശപിച്ചു. മനസ്സിലായോ? രണ്ടാമത്തേത്, ഈശോ അതിനുശേഷം നേരെ ചെല്ലുന്നത് ദേവാലയത്തിലേക്കാണ്. ദേവാലയം കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നത് കണ്ടിട്ട് കർത്താവ് അവിടെ നിന്നെല്ലാം പുറത്താക്കി. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയും, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഈശോ ദേവാലയത്തെ ശുദ്ധമാക്കി എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് പള്ളി വന്ന് ഈശോ ചലന്തിവല അടിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഈശോ നമ്മളാകുന്ന ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പീഡാനുഭവ വാരത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബം ശുദ്ധീകരിക്കപ്പെടാൻ പറ്റിയ സമയമാണ് ഈ 7 ദിവസങ്ങൾ. ഏറ്റവും കൂടുതൽ നമ്മുടെ വീട് ശുദ്ധീകരിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. കാരണം എന്തെന്നറിയാമോ? ഈശോയുടെ കരുണക്കൊന്ത ചൊല്ലുമ്പോൾ എന്താ നമ്മൾ ചൊല്ലുന്നത്? കർത്താവേ, അങ്ങയുടെ പീഡാനുഭവവും കുരിശും അങ്ങയുടെ ആത്മാവും ദൈവത്വവും എന്താണ്? അങ്ങയുടെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി എന്താ കാഴ്ചവെക്കുന്നേ? അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും. തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഇതാ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി ഞങ്ങളിതാ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമേ. നമ്മൾ കരുണക്കൊന്ത ചൊല്ലുമ്പോൾ കാഴ്ചവെക്കുകയാണ് യേശുവിൻ്റെ ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം, പീഡാസഹനം, കുരിശുമരണം. ഇത് കാഴ്ചവെച്ചിട്ട് കരുണയുണ്ടാവണമേ എന്ന് കരുണക്കൊന്തയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ പീഡാനുഭവം, ആ കുരിശുമരണം, ആ യേശുവിൻ്റെ തിരുശരീരം, ആ തിരുരക്തം, അവ സഹിച്ച പീഡകൾ, അതിനെക്കുറിച്ച് ഓർക്കുന്ന ഈ ആഴ്ച പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും കൂടുതൽ കുടുംബത്തിലേക്ക് കരുണ ഇറങ്ങുന്ന സമയമാണിത്.
നമ്മൾ വെറുതെ നിന്നു കൊടുത്താൽ കരുണ ഇറങ്ങും. വെറുതെ പോയി നിന്നു കൊടുത്താൽ മതി, കർത്താവിന്റെ കരുണ കുടുംബത്തിലേക്ക് ഇറങ്ങും. കാലാകാലങ്ങളായി തലമുറകളായി കുടുംബങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന മാലിന്യങ്ങളും അശുദ്ധികളും ശുദ്ധീകരിക്കപ്പെടാൻ ദൈവമക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, അവന്റെ തിരുശരീരം, തിരുരക്തം, അവനേറ്റ മുറിവുകൾ, സഹനങ്ങൾ, ഇതിനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കരുണ ഇറങ്ങും. എഴുന്നേറ്റ് നിൽക്കാം. അപ്പൊ ഈശോ കടന്നുപോയ വഴികൾ, തിങ്കളാഴ്ച ദിവസം ബഥാനിയയിൽ നിന്ന് രാവിലെ ഈശോ പുറപ്പെട്ടു. ഫലമില്ലാത്ത അത്തിവൃക്ഷത്തെ കണ്ടു. നിന്നിലിനി ഫലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അതിനുശേഷം ഈശോ നേരെ ദേവാലയത്തിലേക്ക് ചെന്നു. കച്ചവട സ്ഥലമാക്കി മാറ്റിയ ദേവാലയത്തെ കർത്താവ് ശുദ്ധീകരിച്ചു. ആ സന്ധ്യയ്ക്ക് ഈശോ വീണ്ടും ബഥാനിയയിലേക്ക് മടങ്ങിപ്പോയി. ഇത്രയും കാര്യങ്ങളാണ് തിങ്കളാഴ്ച ദിവസം ഈശോയുടെ പീഡാനുഭവത്തിന്റെ വഴിത്താരയിൽ സംഭവിച്ചത്. ഇവിടെ നിങ്ങൾ ഓർക്കണം, ഈശോയുടെ ചങ്കിൽ നിറയെ ആധിയുണ്ട്, വേദനയുണ്ട്, ഭാരമുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇനിയും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡാനുഭവത്തിന്റെ ആഴമെന്താണെന്ന് ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും ബോധത്തിലും അബോധത്തിലും ഈശോയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടെ കൂടെ ഈശോ ബഥാനിയയിലെ തൻ്റെ സ്നേഹിതരുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, നിങ്ങൾ മാറിപ്പോകരുത്, നിങ്ങൾ കിടന്ന് ഉറങ്ങരുത്, എൻ്റെ കൂടെ ഉണർന്നിരിക്കണം എന്നൊക്കെ ഈശോ പറയുന്നത് എന്തറിയാം? വയ്യ, ഒറ്റയ്ക്കിത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന ഭാരം യേശുവിൻ്റെ ചങ്കിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ എപ്പോഴും ആരെങ്കിലും കൂടെ വേണം എന്ന് കൊതിച്ചിരുന്ന സമയമാണിത്. നിങ്ങൾ ഓർക്കണം, അല്ലാത്ത സമയത്ത് മുഴുവൻ കർത്താവ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. അല്ലാത്ത സമയത്ത് ഈശോയുടെ പരസ്യ ജീവിത കാലത്തൊക്കെ ഈശോ രാത്രി മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച ആളാണ്. ഇപ്പോൾ ഈശോയ്ക്ക് ആരെങ്കിലും അടുത്ത് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ? അതായത് കർത്താവ് ആരുടെയോ കമ്പനി ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ. 3 തവണയാണ് വന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ പാടില്ലേ? എൻ്റെ കൂടെ ഒന്ന് 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ പറ്റില്ലേ? എല്ലാ ദിവസവും രാത്രിയിൽ ഈശോ മാർത്തയുടെയും മേരിയുടെയും ലാസറിന്റെ അടുത്ത് ചെല്ലുകയാണ്. ഒറ്റയ്ക്കിരിക്കാൻ വയ്യ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ഈശോയുടെ ചങ്കരകത്തേക്ക് ഈ പീഡാനുഭവത്തിന്റെ ചില്ലുമുനകൾ കുത്തിയിറങ്ങുന്നുണ്ടായിരുന്നു. ഇനി ഓരോ ദിവസം കഴിയും തോറും തൻ്റെ മരണത്തിലേക്കും നിർണായകമായ പീഡാനുഭവത്തിന്റെ സഹന നാഴികകളിലേക്കും താൻ നടന്നെടുക്കുകയാണെന്ന തീവ്രമായ തീരാവേദന കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. മക്കളെ, ഈശോ ഇന്നും ശരീരത്തിൽ സഹിക്കുന്നുണ്ട്. സഭയാകുന്ന ശരീരത്തിൽ ക്രിസ്തുവിന് സഹിക്കേണ്ടി വരുന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നുവെന്ന് കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഈശോ ഇന്നും സഹിക്കുന്നുണ്ട്. ഈശോ ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, എൻ്റെ കൂടെ ഒന്നിരിക്കാമോ? 24 മണിക്കൂറും പള്ളിയിലിരിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. ഈ ദിവസങ്ങളിൽ മനസ്സിനെ ഏകാഗ്രമാക്കണം. വേറെ എല്ലാ ഡിസ്ട്രാക്ഷൻസും വിടണം. ഈ ദിവസങ്ങളിൽ ഒറ്റ ചിന്ത, മനസ്സ് മുഴുവൻ ഈശോയുടെ പീഡാനുഭവങ്ങൾ. മനസ്സ് മുഴുവൻ ഈ ദിവസങ്ങളിലെ ചിന്തകൾ മുഴുവൻ ഈശോയുടെ പീഡാനുഭവങ്ങൾ. നമുക്ക് നാളെയും മറ്റന്നാൾ ബുധനാഴ്ച രാത്രിയാകുമ്പോഴേക്കും നമുക്ക് കർത്താവിൻ്റെ പീഡാനുഭവമായി നമ്മൾ മനസ്സും ശരീരവും കൊണ്ടെല്ലാം ഒന്നാവുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ എത്തിക്കും. അപ്പൊ ഈശോയുടെ വേദന നമുക്ക് കുറച്ചുകൂടെ ഇപ്പൊ ഫീൽ ചെയ്യുന്നതിന്റെ ഒരു 10 ഇരട്ടി ഇന്റൻസിറ്റിയിൽ ഈശോയുടെ വേദന നമുക്ക് ചങ്കിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വഴിയിൽ നമ്മൾ നിൽക്കുക, നമ്മൾ കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുക. എന്തുമാത്രം കർത്താവ് ഈ ദിവസങ്ങളിൽ സന്തോഷിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഇടവകയിൽ ഇത് പറഞ്ഞു, നിങ്ങളോടും പറയുന്നു. ഈ ദിവസങ്ങളിൽ ടെലിവിഷൻ ഓൺ ചെയ്യുകയരുത്. ഈ ദിവസങ്ങളിൽ വിനോദ ഉപാധികളിലേക്കൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഏത് കാര്യത്തിൽ നമ്മൾ ഇടപെട്ടിരിക്കുമ്പോഴും ഓരോ ദിവസവും നമുക്ക് അനേകം ജോലികളും പ്രവൃത്തികളും ചെയ്യേണ്ടതായിട്ട് വരും. അതെല്ലാം ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ മാത്രം മനസ്സിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. ഇരിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പിതാവിൻ്റെ കരുണയാണ് നമ്മളെ ഇപ്രകാരം ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഈ ഓർമ്മയാചരിക്കുന്ന ആഴ്ചയിൽ ഒരുമിച്ച് കൂടാനായിട്ട് സഹായിക്കുന്നത്. കർത്താവിൻ്റെ വലിയ കരുണയാണത്. നമുക്ക്
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലും കർത്താവിൻ്റെ ആലയത്തിലുമൊക്കെ സമയം ചെലവഴിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒടുവിൽ മിച്ചമുണ്ടാവുക നമ്മൾ ദൈവത്തിൻ്റെ അടുത്തിരുന്ന സമയവും അതുവഴി കിട്ടിയ കൃപകളും മാത്രമായിരിക്കും. ഞാൻ എന്താ പറഞ്ഞേ? നമുക്കൊടുവിൽ എല്ലാ കണക്ക് കൂട്ടലും, എല്ലാ കൂട്ടലും കിഴിക്കലും ഹരിക്കലും ഗുണിക്കലും എല്ലാം കഴിഞ്ഞിട്ട് വരയിട്ടിട്ട് ഒടുവിൽ ശിഷ്ടം എഴുതുമ്പോൾ മിച്ചമുണ്ടാവുക കർത്താവിൻ്റെ അടുത്തിരുന്ന മണിക്കൂറുകളും അതുവഴി ലഭിച്ച കൃപകളുമാണ്. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളെ വളരെ ഗൗരവമായിട്ട് കാണണം. ദൈവം എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് തരുന്നത്. കർത്താവിൻ്റെ വലിയ കൃപയിൽ നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുകയാണ്. നമ്മൾ ഈ ആലയത്തിൽ ചെയ്യുന്നത് മിക്കവാറും എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് പീഡാനുഭവ വാരത്തിലെ ഓരോ ദിവസവും ഈശോ കടന്നുപോയ അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ധ്യാനപൂർവം കടത്തിവിടുകയാണ്. അപ്പോൾ കർത്താവ് പോയ വഴിക്ക് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഈശോ ഈ തിങ്കളാഴ്ച ദിവസം എന്തു ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, എവിടെയൊക്കെ പോയി, അത് നമ്മൾ തിങ്കളാഴ്ച ചിന്തിക്കും. ഇനി ചൊവ്വാഴ്ച ദിവസം എന്ത് ചെയ്തതെന്ന് ചൊവ്വാഴ്ച ചിന്തിക്കും. ബുധനാഴ്ച എന്ത് ചെയ്തെന്ന് ബുധനാഴ്ച ചിന്തിക്കും. വ്യാഴാഴ്ച എന്ത് ചെയ്തെന്ന് വ്യാഴാഴ്ച ചിന്തിക്കും. പിന്നെ വെള്ളി ശനി നമ്മൾ വ്യാഴാഴ്ച തന്നെ പറയും. അപ്പം അങ്ങനെ ഈ ആഴ്ച ഈശോയുടെ കൂടെ നമ്മൾ വചനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് ഞായറാഴ്ച എന്ത് സംഭവിച്ചു എന്നാണ്. അപ്പം അങ്ങനെ ഈ ഞായറാഴ്ച ദിവസത്തെ യേശുവിൻ്റെ യാത്ര അവസാനിച്ചത് എവിടെയായിരുന്നു? ദേവാലയത്തിലായിരുന്നു, ജെറുസലേം ദേവാലയത്തിൽ. അപ്പോൾ ഈ ഈശോയുടെ അവസാന ദിവസങ്ങൾ പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ജെറുസലേം ദേവാലയവുമായിട്ടാണ്. അതിനൊത്തിരി അർത്ഥമുണ്ട്. ജെറുസലേം ദേവാലയവുമായിട്ട്, ഉദാഹരണത്തിന് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് നമ്മൾ രാജകീയ പ്രവേശം കണ്ടത്. ഈശോ രാജാവായി ജെറുസലേമിലേക്ക് എഴുന്നള്ളുകയാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇനി 11-ാം അധ്യായത്തിൽ അത് കഴിഞ്ഞ് 11-ാം അധ്യായത്തിൽ തന്നെ ഈശോ ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ പുറത്താക്കും. പിന്നീട് കർത്താവ് 12-ാം അധ്യായമാകുമ്പോൾ കർത്താവ് പറയും ആ ദേവാലയത്തിൽ വെച്ച് കർത്താവ് പഠിപ്പിക്കും. 13-ാമത്തെ അധ്യായം എത്തുമ്പോൾ കർത്താവ് ദേവാലയ നാശം പ്രവചിക്കും. അപ്പൊ ഈ ദിവസങ്ങളൊക്കെ കർത്താവിന്റെ ജീവിതവും ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഈശോയുടെ ജീവിതവും ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ദിവസങ്ങളിൽ യേശുവിന്റെ ജീവിതവും ദേവാലയവുമായിട്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ കർത്താവ് ഈശോ മിശിഹാ ദേവാലയത്തിലേക്ക് വരികയാണ്. അങ്ങനെ ദേവാലയത്തിലേക്ക് ഞായറാഴ്ച ദിവസം യേശു എത്തി. നമ്മള് ഓശാന എന്ന് വിളിച്ചു അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഓശാന ഒരു പ്രാർത്ഥനയായിരുന്നില്ല, മറിച്ചൊരു മുദ്രാവാക്യമായിരുന്നു. ആ ഓശാന എങ്ങനെയാണ് വിളിക്കേണ്ടത്? അങ്ങനെയല്ല. ആ മുദ്രാവാക്യം ഇങ്ങനെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ നിങ്ങൾ ആ സമരത്തിൽ പരാജയപ്പെടും. നിങ്ങൾ ആരും മൈൻഡ് ചെയ്യില്ല. ഓശാന എന്ന് ഓശാന. അപ്പൊ അങ്ങനെയാണ് അവർ വിളിച്ചത്. അങ്ങനെ ഓശാന എന്ന് അവർ വിളിച്ചത് സത്യത്തിൽ അവർ സ്പോണ്ടേനിയസ് ആയിട്ട് അപ്പോൾ വിളിച്ചതല്ല, മറിച്ച് ആ ഓശാന വിളിച്ചത് പഴയ നിയമത്തിലെ ഒരു സങ്കീർത്തന ഭാഗമാണത്. ഏത് സങ്കീർത്തനമാണത്? ഈ ഓശാന വിളികൾ അവർ സത്യം പറഞ്ഞാൽ ഒരു വചനം ഉദ്ധരിക്കുകയായിരുന്നു. അവർ ഉദ്ധരിച്ച വചനം 118-ാം സങ്കീർത്തനമാണ്. അതെടുക്കാം. 118-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങളാണ് അവർ ഓശാന തിരുനാളിൽ ഉദ്ധരിച്ചത്. അവർ ബൈബിളിൽ നിന്നുള്ള വചനം, ദൈവവചനമാണ് യഥാർത്ഥത്തിൽ ഏറ്റു പറഞ്ഞത്. 118-ാം സങ്കീർത്തനത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 118-ന്റെ 23 മുതൽ. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അടുത്ത വർഗ്ഗം വായിച്ചേ. ഇവിടെ എവിടെയാണ് ഓശാന കിടക്കുന്നത്? കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതാണിത്. അവർ സത്യത്തില് സങ്കീർത്തനം 118 ഇങ്ങനെയാണത് വായിക്കേണ്ടത്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഹോസാന എന്നാണ് യഥാർത്ഥത്തിൽ വായിക്കേണ്ടത്. അപ്പൊ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടി മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നിട്ട് പറയുകയാണ്,
ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അതെവിടെയെങ്കിലും കണ്ടായിരുന്നു നമ്മള്? അത് ഓശാനയ്ക്ക് കണ്ടായിരുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഓശാന. അപ്പൊ ഈ സങ്കീർത്തനമാണ് ഉദ്ധരിച്ചത്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. ഇനി ശ്രദ്ധിച്ചോണം, ഈ ഓശാന വിളികളുടെ അവസാനം 118 സങ്കീർത്തനം എത്തി നിൽക്കുന്നത് എവിടാണ്? വായിച്ചേ 27. കർത്താവാണ് ദൈവം. അപ്പൊ നമ്മളത് വലിയ പ്രഘോഷണം പോലെ ഉച്ചത്തിൽ നിങ്ങൾ വായിക്കണം. ആയിരക്കണക്കിന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് വലിയ ആരവത്തോടെ വായിക്കണം. വായിച്ചോ 27. ഞാൻ പറഞ്ഞുതരാം, അതുപോലെ വായിക്കണം. ഞാൻ പറഞ്ഞു തരുന്ന പോലെ വായിക്കണം. കർത്താവാണ് ദൈവം. അങ്ങനെ വായിക്കണം. വായിച്ചോ, കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ. കേട്ടോ, ഇതൊക്കെ ഓശാനയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ. അടുത്ത വാക്യം, ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാ. 118 സങ്കീർത്തനം അവസാനിച്ചത് എവിടെയാണ്? പറയൂ. ബലിപീഠത്തിലാണ്. ബലിപീഠത്തിൽ, അതായത് ജെറുസലേമിൽ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ബലിപീഠത്തിലേക്കായിരുന്നു പ്രദക്ഷിണം. അപ്പൊ ഓശാനയുടെ പ്രദക്ഷിണം 118 സങ്കീർത്തനം അനുസരിച്ച് ജെറുസലേം നഗരത്തിൽ, അതിന്റെ നഗര ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായിരുന്ന ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ബലിപീഠത്തിലേക്കായിരുന്നു ഈ യാത്ര. അതുകൊണ്ടാണ് ഈശോ ദേവാലയത്തിലേക്ക് വരുന്നത്. ദേവാലയത്തിലേക്ക് കർത്താവ് വന്നിട്ട്, കർത്താവിന്റെ യാത്ര ദേവാലയത്തിൽ അവസാനിച്ചിട്ട് കർത്താവ് അവിടെ എന്താണ് ചെയ്തത്? മർക്കോസ് 11 എടുക്കുക. യേശു ആ ദേവാലയത്തിൽ വന്നിട്ട് എന്തു ചെയ്തു? എന്താ ചെയ്തേ? പറയൂ, എന്താ ചെയ്തേ? ദേവാലയം വന്ന ഉടനെ അങ്ങ് ചെയ്തോ? ചെയ്തില്ല. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം വായിക്കാം. 10 മുതൽ വായിച്ചോ. നമ്മുടെ പിതാവായ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഓശാന. വായിച്ചേ. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി. എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടെ ബഥാനിയയിലേക്ക് പോയി. അപ്പോ ഒന്നാമത്തെ കാര്യം അവൻ ദേവാലയത്തിലേക്ക് ചെന്ന് അവൻ ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം ബഥാനിയയിലേക്ക് തിരിച്ചുപോയി. അപ്പൊ യേശു ദേവാലയത്തിൽ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എല്ലാം നോക്കി കണ്ടു. അതാണ് ആദ്യം. അപ്പൊ അതിനാണ് വന്നത്. അപ്പൊ യേശു ദേവാലയത്തിലേക്ക് വന്നത് എന്തിന്? ഇതിനു മുമ്പ് ഈശോ ദേവാലയത്തിൽ പലതവണ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നതൊക്കെ ദൈവത്തെ ആരാധിക്കാൻ വന്നിട്ടുണ്ട്, തിരുനാളിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ യേശു ദേവാലയത്തിലേക്ക് വന്നത് എന്തിനു വന്നതാണ്? ഇൻസ്പെക്ഷന് വന്നതാണ്. ഇപ്പൊ വന്ന എന്തിനാണ്? പരിശോധനയ്ക്ക് വന്നതാണ്. എന്ത് പരിശോധിക്കാനാണ് വന്നത്? എല്ലാം ചിട്ടയായിട്ടാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കാൻ യേശു വന്നതാണ്. അപ്പോ അവൻ പരിശോധിച്ചു. എല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോ കർത്താവിന് മനസ്സിലായി, ദേവാലയം ദൈവത്തിന്റെ ആദിമ നിയോഗം, ആദിമ ഉദ്ദേശം നിറവേറ്റുന്നില്ല. ദേവാലയം എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടോ ആ ഉദ്ദേശം ദേവാലയം നിറവേറ്റുന്നില്ല. ദേവാലയം അതിൻ്റെ സ്ഥാപന ഉദ്ദേശം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അവിടുന്ന് മനസ്സിലാക്കി. അപ്പോ ഒന്നാമത്തെ വിഷയം, ദൈവം ദേവാലയത്തിലേക്ക് വരുന്നത് എന്തിന്? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കർത്താവ് ഒന്നാമത് വരുന്നത് രക്ഷിക്കാനാണ്, രണ്ടാമത് വരുന്നത് പരിശോധിക്കാനാണ്. അദ്ദേഹം പറഞ്ഞേ, കർത്താവ് ഒന്നാമത് വരുന്നത് രക്ഷിക്കാനാണ്, രണ്ടാമത് വരുന്നത് രക്ഷിച്ചവരെ പരിശോധിക്കാനാണ്. അങ്ങനെയാണ് ദൈവം വരുന്നത്. വായിച്ചേ, സെഫാനിയ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. സെഫാനിയ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കണം. സെഫാനിയ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചേ.
അന്ന് ഞാൻ സെഫാനിയ 1:12 എല്ലാവരും എടുത്തേ, വേഗം വായിച്ചേ, അല്ല സ്ക്രീനിൽ നോക്കി വായിച്ചേ. അന്ന് ഉറക്കെ വായിച്ചു. ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. അപ്പൊ ഈ രണ്ടാമത്തെ വരവ് പരിശോധിക്കാനുള്ള വരവാണ്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്കാണെങ്കിലും ഈശോ ആദ്യം വരുന്നത് രക്ഷിക്കാനാണ്, രണ്ടാമത് വരുന്നത് പരിശോധിക്കാനാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവര് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈശോ വരുന്നത് രക്ഷിക്കാനല്ല നമ്മളെ, കാരണം നമ്മൾ ഓൾറെഡി രക്ഷിക്കാനോ വന്നു കഴിഞ്ഞു. മാമോദീസായിലൂടെ രക്ഷയുടെ സൗഭാഗ്യങ്ങളുടെ ആ കവാടം നമ്മൾ കടന്നു, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, യേശു ഒരു അച്ഛന്റെ അടുത്തേക്ക് വരുന്നത്, ഈശോ ഒരു സിസ്റ്ററിന്റെ അടുത്തേക്ക് വരുന്നത്, ഈശോ ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്ക് വരുന്നത് പരിശോധിക്കാനാണ്. അതാണ് പറയുന്നത്, അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന ആത്മകഥം ചെയ്ത് വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അപ്പോ രണ്ടാമത്തെ വരവ് പരിശോധനയ്ക്കുള്ള വരവാണ്. ഇപ്പൊ ഇവിടെ ഈ ദേവാലയത്തിൽ യേശു വരുന്നത് പരിശോധിക്കാനാണ്. ഇനി മറ്റൊരു വാക്യം വായിക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെ. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെ ദൈവം ദേവാലയത്തിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള വചനമാണ്. വായിച്ചേ. മലാഖി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മത്തായി പുറകോട്ട് മറിച്ചു, മത്തായിയുടെ മുമ്പ്. മലാഖി 3:1 വായിച്ചേ. ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. ഒരിക്കൽ കൂടെ വായിച്ചേ. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. ഉലയിലെ അഗ്നി എന്തിനുള്ള അഗ്നിയാണ്? ഉലയിലെ അഗ്നി എന്തിനുള്ള അഗ്നിയാണ്? ശുദ്ധീകരിക്കാനാണ്. അലക്കുകാരന്റെ കാരം എന്തിനുള്ള കാരമാണ്? ശുദ്ധീകരിക്കാനുള്ള കാരമാണ്. അപ്പോ ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. അപ്പോ മനസ്സിലാക്കിയിരിക്കുക, ഈശോയുടെ രണ്ടാമത്തെ വരവ് പരിശോധിക്കാനാണ്. ഇവിടെ മലാഖി പറയുകയാണ് ശുദ്ധീകരിക്കാനാണ്. മറക്കരുത്, ഈശോ ഇപ്പോ ദേവാലയത്തിലേക്ക് വരുന്നത് പരിശോധിക്കാനാണ്, ശുദ്ധീകരിക്കാനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ ഈ ഈശോയുടെ ഇപ്പോഴത്തെ ദേവാലയത്തിലേക്കുള്ള, ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്. ഇപ്പൊ ഈ തിങ്കളാഴ്ച ഇന്നലെ വൈകിട്ട് ഈശോ ദേവാലയത്തിലേക്ക് വന്നു. ദേവാലയത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പീഡാനുഭവ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ എവിടേക്ക് വന്നു എന്നാണ്? നമ്മുടെ അടുത്തേക്ക് വന്നു എന്നാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ അടുത്തേക്ക് വന്നു. എപ്പോ വന്നു? ഇന്നലെ വൈകിട്ട് വന്നു. വന്നിട്ട് കർത്താവ് എന്നോട് എന്താ നോക്കിയത്? വിളക്കുമായിട്ട് വന്ന് പരിശോധിക്കുകയാണ്. പരിശോധിച്ചിട്ട് കർത്താവ് നോക്കുകയാണ്, ഇത് എന്തിനു വേണ്ടി ഞാൻ രക്ഷിച്ചോ ആ ഉദ്ദേശം ഈ ആലയം, ഈ പരിശുദ്ധാത്മാവിന്റെ ആലയമായ ഈ മനുഷ്യൻ നിറവേറ്റുന്നുണ്ടോ? അതുകൊണ്ട് ഈ പീഡാനുഭവ വാരത്തിലെ തിങ്കളാഴ്ച നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കേണ്ടത് ഈ ചോദ്യത്തെ നേരിട്ടുകൊണ്ടാണ്. അതായത് ദൈവം ഇപ്പോൾ നമ്മളെ പരിശോധിച്ചു കൊണ്ടിരിക്കുക. ഇനി ഇതിന്റെ ബാക്കിയാണ് തിങ്കളാഴ്ച പകല് നമ്മൾ കാണാൻ പോകുന്നത്. ഞായറാഴ്ച വൈകിട്ട് കർത്താവ് വന്ന് എല്ലാം പരിശോധിക്കുന്നത് ശുദ്ധീകരിക്കാനാണെന്ന് മലാഖി പറയുന്നു. വായിച്ചേ വാക്യം 4, മലാഖി 3:4. അപ്പോൾ യൂദായുടെയും ജെറുസലേമിന്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും. നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു വരും. ആഭിചാരകർക്കും വ്യഭിചാരികൾക്കും കള്ളസാക്ഷ്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശിയെ ഞെരുക്കുന്നവർക്കും എന്നെ ഭയപ്പെടാത്തവർക്കും എതിരെ സാക്ഷ്യം നൽകാൻ ഞാൻ വേഗം വരും. അപ്പൊ ഈ വരവ് പരിശോധിക്കാനാണ്, ശുദ്ധീകരിക്കാനാണ്, ഒരുക്കമില്ലാത്തവരെ ശിക്ഷിക്കാനാണ്. അതാണ് ഈ വരവ്. മറ്റൊരു വാക്യം വായിക്കാം. സക്കറിയ പ്രവചനം 14-ാം അധ്യായം, തൊട്ടു മുമ്പത്തെ പ്രവചനമാണ്. അതുകൊണ്ട് മലാഖിയുടെ തൊട്ടു മുമ്പ് എടുത്തോ. സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ചേ. സക്കറിയ 14:21. സക്കറിയ 14:21 വായിക്കാമോ? ജെറുസലേമിലും
യൂദായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും. തന്മൂലം ബലികൾ അർപ്പിക്കുന്നവർ വന്ന് അവ വാങ്ങി ബലിയർപ്പിച്ച മാംസം അവയിൽ പാകം ചെയ്യും. ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയത്തിൽ, അപ്പൊ ആലയത്തിൽ വ്യാപാരം നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ദൈവം വരും. ഇതൊക്കെ ഈ പ്രവാചകം, അതായത് നമ്മളിപ്പോ നിങ്ങളോട് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്, എന്തിനിപ്പോൾ ഈ ഓശാനയ്ക്ക് യേശു ദേവാലയത്തിൽ വന്നെല്ലാം നോക്കി? ആ നോട്ടത്തിന്റെ അർത്ഥം പ്രവാചകന്മാർ മുൻപേ പ്രവചിച്ചിട്ടുണ്ട്. മലാക്കി പ്രവചിച്ചിട്ടുണ്ട്, സക്കറിയ പ്രവചിച്ചിട്ടുണ്ട്, സെഫാനിയ പ്രവചിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പ്രവചിച്ചത് മിശിഹ വരും, രാജാവ് വരും, ദൈവം വരും. വരുന്നത് പരിശോധിക്കാനാണ്. അപ്പൊ എവിടെ പരിശോധിക്കാൻ? ദേവാലയത്തെ പരിശോധിക്കാനാണ്. അപ്പൊ അങ്ങനെ യേശു വന്നിട്ട് യേശു ദേവാലയം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. അപ്പൊ എന്തെല്ലാം കണ്ടു? കച്ചവടം കണ്ടു, കാപട്യം കണ്ടു, ലാഭക്കൊതിയന്മാരെ കണ്ടു, ഉപജാപകന്മാരെ കണ്ടു, തമ്മിലടിക്കുന്നവരെ കണ്ടു, വൈരവും വൈരാഗ്യവും വെറുപ്പും സൂക്ഷിച്ച് ആരാധിക്കുന്നവരെ കണ്ടു, അശുദ്ധിയും പാപവുമായി ദൈവത്തെ ആരാധിക്കുന്നവരെ കണ്ടു, ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയവരെ കണ്ടു, ദേവാലയത്തിന്റെ മഹത്വത്തിലും മഹിമയിലും പകിട്ടിലും ആഡംബരത്തിലും വലിപ്പത്തിലും അഹങ്കരിച്ചിരുന്നവരെ കണ്ടു, അലസരായവരെ കണ്ടു, ആർത്തിയുള്ളവരെ കണ്ടു. ഇതെല്ലാം കണ്ടു. എല്ലാം ഇങ്ങനെ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ടിട്ട് തിരിച്ചുപോയി. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മളാണെങ്കിൽ ഉടനെ ഒരു ആക്ഷൻ എടുക്കും. കണ്ടിട്ട് തിരിച്ചുപോയി. നല്ലൊരു ലെസൺ ഉണ്ട് അതിനകത്ത്. എന്തെന്നറിയാമോ? എന്ത് കാര്യത്തെക്കുറിച്ചും ഒരു തീരുമാനം എടുക്കും മുമ്പ് ഒരു രാത്രി ഒന്ന് ഉറങ്ങാനുണ്ട്. പോയി ഉറങ്ങി തിരിച്ചു വന്നു, നടപടിയെടുത്തു. പിടികിട്ടിയോ? പെട്ടെന്നൊരു ആക്ഷൻ എടുക്കരുത്. ഒറ്റ രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങുമ്പോ ഒരു വകതിരിവ് വരും, ഒരു വെളിച്ചം വരും, ഒരു മച്ചുരുട്ടി വരും, ഒരു സമാധാനം വരും. സാത്താൻ പ്രവർത്തിക്കുന്ന വഴികൾ അടയും. അപ്പൊ അതാണ് കർത്താവ് കണ്ടു തിരിച്ചുപോയി. അതാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത്. കാരണം പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ആളാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ദേവാലയം ശുദ്ധീകരിക്കാൻ പറ്റും. പക്ഷേ മർക്കോസിന്റെ സുവിശേഷം പറയുന്നതനുസരിച്ച് അവൻ എല്ലാം നോക്കി കണ്ടിട്ട് 12 പേരെയും വിളിച്ചിട്ട് വാപ്പാ വാ 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 പോയി. മാർത്തയും മേരിയും കൊടുത്ത് അത്താഴം കഴിച്ചു, സമാധാനമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എന്ന് ഞാൻ പറയുന്നൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. വെളുപ്പിനെയാണ് മാർത്ത കട്ടൻ കാപ്പിയായിട്ട് വന്നപ്പോ ആളെ കാണാനില്ല. അപ്പൊ തന്നെ പോയി. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമുക്ക് മർക്കോസ് 11 തിരിച്ചു വരാം. എന്നിട്ട് നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടെ ബഥാനിയയിലേക്ക് പോയി. വാക്യം 12, മർക്കോസ് 11:12. വായിച്ചേ, മർക്കോസ് 11:12 വായിക്കാമോ? അടുത്ത ദിവസം അവർ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് പ്രശ്നം. എനിക്ക് വലിയ സംശയമായൊരു വാക്യമാണിത്. കാരണം ഈ മാർത്തയും മേരിയൊന്നും കൊടുത്തില്ലേ? മാർത്ത കൊടുക്കാതിരിക്കില്ല. നിങ്ങൾക്ക് തോന്നുമോ മാർത്ത കൊടുക്കില്ല? മാർത്ത തീർച്ചയായിട്ടും. കാരണം മാർത്തയുടെ ഏക വ്യഗ്രത ഈശോയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. മറിയുവാണെങ്കിൽ നമുക്ക് പറയാൻ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ മാർത്ത തീർച്ചയായിട്ടും യേശുവിന് ഭക്ഷണം കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അപ്പൊ എന്താ ഇവിടെ ആഹാരം? അവൻ വന്നപ്പോ അവന് വിശന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെളുപ്പിനേ ഇറങ്ങിയെന്നാണ്. മർത്ത എഴുന്നേറ്റ് നോക്കുമ്പോ, ലാസർ എഴുന്നേറ്റ് നോക്കുമ്പോ ആളെ കതക് തുറന്ന് കിടപ്പുണ്ട്, വെട്ടിയിട്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ കൊടുത്ത പാത്രമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആളെ കാണാനില്ല. തലേന്നിട്ട് ഷർട്ട് ഊരി ഹാങ്ങർ ഇട്ടിട്ടുണ്ട്. വൈകിട്ട് തിരിച്ചു വരും. ഇനി പോയി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പോയതെന്താ? പോയത് ഒരു ആക്ഷൻ എടുക്കാനുണ്ട്. ഇനി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ആ ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു അവധാനതയുണ്ട്, ഒരു സാവകാശമുണ്ട്, ഒരു പക്വതയാർന്ന ഒരു സ്ലോനെസ് ഉണ്ട്, ഒരു സാവധാനത. ജീവിതത്തിൽ നല്ലൊരു പാഠമാണത്. രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് പോയി. ഇനിയിപ്പോ പെട്ടെന്ന് പോണം. വേഗം പോകുന്ന വഴിക്ക് വായിച്ചേ, അവൻ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു.
എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലേ. ഇപ്പം അതായത് മാങ്ങ വരാത്തൊരു സമയത്ത് മാവിൻ്റെ ചുവട്ടിൽ പോയി മാങ്ങയുണ്ടോ നോക്കിയിട്ട് കാര്യമുണ്ടോ? മാവ് പൂക്കാത്ത, മാവിൽ പഴമില്ലാത്തൊരു സമയത്ത് മാവിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് മാങ്ങ തരാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ പിന്നെ അത്തിപ്പഴങ്ങളുടെ കാലമല്ലെങ്കിൽ പിന്നെ എന്തിനാ പോയി ഇത് അന്വേഷിച്ചത്? മർക്കോസ് മാത്രമാണ് ഇങ്ങനെ എഴുതുന്നത്, അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, മർക്കോസ് പറയുകയാണ് ഇവിടെ യേശു ചെയ്ത പ്രവൃത്തി അത്തിയോ അത്തിപ്പഴമോ ആയി ബന്ധപ്പെട്ടതല്ല. ഇതിന്റെ അർത്ഥം അത്തിപ്പഴത്തിൽ നോക്കിയാൽ കിട്ടില്ല. ഈ പ്രവൃത്തി, ഇപ്പോൾ ഈ പറയുന്ന സംഭവം എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അത് അത്തിപ്പഴവുമായി ബന്ധപ്പെട്ടൊരു കാര്യമില്ല. അത്തിപ്പഴം ഒരു ഉപമ മാത്രമാണ്, ഒരു സിമ്പല് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അത്തിപ്പഴം അല്ലെങ്കിൽ അത്തിപ്പഴം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു, അത് എന്തുകൊണ്ടാണ് അതിനകത്തില്ല, എന്തിനാണ് കർത്താവ് ശപിച്ചത്, ഈ ചോദ്യം ഒന്നും ചോദിക്കണ്ട. ഇത് അത്തിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അത്തി ഒരു സിമ്പല് മാത്രമാണ്. അത്തി സൂചിപ്പിക്കുന്നത് വേറെ എന്തിനോയാണ് എന്നാണ് മർക്കോസ് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അപ്പോഴീ അത്തി എന്തിനെയാണ് സൂചിപ്പിച്ചത്? അതായത് പഴയ നിയമം അനുസരിച്ച് പ്രത്യേകിച്ച് എടുത്ത് വായിക്കണം. ജെറമിയ 8:13, ഹോസിയ 9:10, ജെറമിയ 8:13. അത് വായിക്കേ. ജെറമിയ 8:13. ജെറമിയ 8:13 വായിക്കാമോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല, അത്തിവൃക്ഷത്തിൽ കായുമില്ല, ഇലപോഴും വാടിക്കൊഴിഞ്ഞു, അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. അപ്പൊ ഇവിടെ അത്തി, പ്രവചന ഗ്രന്ഥങ്ങളിൽ അത്തി ഇസ്രായേൽ എന്ന ജനതയുടെ പ്രതീകമാണ്. അത്തി ഇസ്രായേലിന്റെ പ്രതീകമാണ്. ഹോസിയ പ്രവചനം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കും. ഹോസിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാമോ? മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ, നിങ്ങൾ ഉറക്കെ വായിച്ചേ. ഹോസിയ 9:10. നിങ്ങൾ ബൈബിളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ TV നോക്കിക്കോ. മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. അപ്പോ ഇസ്രായേൽ അത്തിവൃക്ഷത്തോട് ഇസ്രായേലിനെ പ്രവാചകന്മാർ ഉപമിച്ചിരുന്നു. അപ്പൊ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചേ. അപ്പൊ ഇവിടെ അത്തിവൃക്ഷം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രതീകമാണ്. തലേന്നീശോ ദേവാലയത്തിൽ പോയി നോക്കി കണ്ട് എല്ലാം വിലയിരുത്തിയപ്പോൾ യേശു എന്ത് മനസ്സിലാക്കി? ഈ ജനം പരാജയപ്പെട്ടു. ഈ ജനം ഒരു പരാജയപ്പെട്ട ജനതയാണ്. അവർ ദൈവം എന്തിനു വേണ്ടി അവരെ തിരഞ്ഞെടുത്തോ ആ ഉദ്ദേശം നിറവേറ്റുന്നില്ല. അവർ അതിന് പകരം യെശയ്യാ 5 പറയുന്നത് പോലെ നല്ല മുന്തിരി പ്രതീക്ഷിച്ചപ്പോൾ കാട്ടുമുന്തിരിയാണ് പുറപ്പെടുവിച്ചത്. അപ്പോൾ അവരിൽ നിന്ന് പുറത്തു വരുന്നത് നല്ല ഫലമല്ല. ഇത് യേശു കണ്ടു. അപ്പൊ അത്തിവൃക്ഷം, ശ്രദ്ധിച്ചോ, ഉത്തരം പറഞ്ഞു. അത്തിവൃക്ഷം, ഇവിടെ ഈ അത്തിവൃക്ഷം ഒരു മരം എന്നതിനേക്കാൾ എന്താണ് യേശുവിന്റെ മുമ്പിൽ ഈ അത്തി നിൽക്കുന്നത്? ആരായിട്ടാണ്? ഇസ്രായേൽ എന്നൊരു ജനതയായിട്ടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി ക്ലുപ്തമായി പറഞ്ഞാൽ ഇസ്രായേൽ ജനതയുടെ ആരാധനാലയമാണ് ഈ അത്തിവൃക്ഷം. ജെറുസലേം ദേവാലയമാണ് ഈ അത്തിവൃക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മുഴുവൻ നിശ്വാസങ്ങളും അവരുടെ നിലവിളികളും അവരുടെ വേദനയും അവരുടെ സന്തോഷവും എല്ലാം അവർ മറ്റീരിയലായി അവർ അതിനെ ഏറ്റവും മൂർത്തമായി ആഘോഷിച്ചിരുന്ന അവരുടെ ആരാധനാലയം ഈ ഇസ്രായേലിന്റെ, ഈ ജനതയുടെ അഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായിരുന്നു അത്. സോളമൻ പണിത ആദ്യ ദേവാലയം പ്രപഞ്ചത്തില്, ഭൂമുഖത്ത്, ആ കാലഘട്ടത്തിൽ, ആ ചരിത്രത്തിന്റെ ആ പ്രത്യേക സന്ധിയിൽ അതുപോലെ മനോഹരമായ ഒരു ആലയം, ഒരു കൺസ്ട്രക്ഷൻ ലോകത്തെവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് രണ്ടാമത് പണിത ദേവാലയത്തിന് പൂർവ്വകാല ദേവാലയത്തിന്റെ അത്ര മഹത്വം ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ജനതയുടെ ആത്മാഭിമാനത്തിന്റെയും അവരുടെ അഹങ്കാരത്തിന്റെയും പ്രതീകമായിരുന്നു ആ ദേവാലയം. ആ ദേവാലയം കർത്താവ് ചെന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ ദേവാലയം അപ്പോഴും പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാര് ആ ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ യേശുവിന്റെ അടുത്തേക്ക് വന്നിട്ട് യേശുവിനോട് പറയും, നോക്കുക എത്ര വലിയ കല്ലുകൾ, എത്ര വലിയ സൗധങ്ങൾ, 36-ലധികം ഏക്കറിൽ പരന്നു കിടന്ന വലിയ മനോഹരമായ വലിയ ബ്രഹ്മാണ്ഡമായ ഒരു കൺസ്ട്രക്ഷൻ, ഒരു നിർമ്മിതി.
അപ്പൊ അതിന്റെ അതിവിശുദ്ധ സ്ഥലത്തെ പൊന്നാണ് പൊതിഞ്ഞിരുന്നത്. പൊന്ന് പൊതിഞ്ഞ തങ്കത്തിൽ തീർത്ത ആ അതിവിശുദ്ധ സ്ഥലം, അതിന്റെ പുറത്തെ ഭിത്തി പൊതിഞ്ഞിരുന്നത് പൊന്നുകൊണ്ടാണ്. അപ്പൊ നട്ടുച്ചയ്ക്ക്, പ്രത്യേകിച്ച് ഈ നട്ടുച്ചയ്ക്ക് ഒരാള് ദേവാലയത്തിലേക്ക് വരുമ്പോ ആ മധ്യാഹ്ന സൂര്യന്റെ രശ്മികൾ ഈ അതിവിശുദ്ധ സ്ഥലത്തെ പൊതിയുന്ന പൊന്നിൽ അടിക്കുമ്പോ അതിൽ നിന്ന് കണ്ണ് മഞ്ഞളിക്കുന്ന ആ സ്വർണ വെളിച്ചം, നോക്കാൻ പറ്റാത്ത, സൂര്യനെ നോക്കുന്ന പോലെ നോക്കാൻ പറ്റാത്തതുപോലെ കണ്ണുകൾ അടഞ്ഞു പോകുന്ന, കാഴ്ച അടഞ്ഞു പോകുന്ന വിധത്തില് അത്ര പ്രൗഢമായിരുന്നു, അത്ര ആഡംബരപൂർണമായിരുന്നു ആ സൗധം. പിന്നീടുണ്ടായ ഖനനം, അതിന്റെ ആ മൈനിങ് എക്സ്കവേഷൻസ് നടത്തിയ പുരാവസ്തു ഗവേഷകർ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ബൈബിൾ പഠിച്ച സമയത്ത്. അതിനകത്ത് ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, അത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലാണ്. എന്ന് വെച്ചാല് 500 ടണ്ണിലധികം, ഞാൻ വളരെ ബോധപൂർവ്വമാണ് പറയുന്നത്, 500 ടണ്ണിലധികം ഭാരമുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ ഈ റബ്ബർ വെട്ടിയ സമയത്ത് ലോറികൾ വന്ന് തടി കൊണ്ടുപോകുമ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഏതാണ്ട് 30 ടണ്ണിൽ താഴെയുള്ള അതിന്റെ വെയിറ്റ്. 30 ടണ്ണ് ഒരു തടി നിറച്ച ലോറി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 500 ടണ്ണിലധികം. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വായിച്ചത്, ഞാൻ ഈ മർക്കോസ് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് വായിച്ചത് ഇങ്ങനെയാണ്. ഇപ്പോഴും ഭൂഗർഭ ഗവേഷകര് അത്ഭുതപ്പെടുന്നുണ്ട്, എങ്ങനെയാണ് ഇവരിത് വലിച്ച് ഈ കല്ല് കൊണ്ടുവന്ന് ഇതിനെ ഇങ്ങനെ അവിടെ കൊണ്ടു നാട്ടിയത്. അത്ര വലിയ ബ്രഹ്മാണ്ഡമായ ഒരു കൺസ്ട്രക്ഷൻ ദേവാലയം. മനസ്സിലാക്കണം, പകിട്ടേറിയ ഒരു നിർമ്മിതി, വലിയ ഒരു നിർമ്മാണം, മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര വലിയ ബൃഹത്തായ ഒരു ദേവാലയം. അത് ഈ 36 ഏക്കറിൽ പരന്നു കിടക്കുന്ന ദേവാലയം, വലിയ കൺസ്ട്രക്ഷൻ. ശ്രദ്ധിക്കുക, പക്ഷെ അതിനകത്ത് ഫലമില്ല. പകിട്ടുണ്ട്, ഫലമില്ല. ഇതാണ് ഈ അത്തി. മനസ്സിലാവുന്നോ? പകിട്ടുണ്ട്, കാണാൻ കൊള്ളാം, കണ്ടാ വല്ലതൊക്കെ ഉണ്ടെന്ന് തോന്നും. അടുത്ത് ചെല്ലുമ്പോ, അടുത്തിടപഴകുമ്പോ, അടുത്ത് പെരുമാറുമ്പോ, അടുത്ത് നിന്ന് നോക്കുമ്പോ ഫലമില്ല. മനസ്സിലായില്ലേ? യൂട്യൂബിൽ കാണുമ്പോ ഫലമുണ്ടെന്ന് തോന്നും, അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഫലമില്ല. ദൂരെ നിന്ന് കാണുമ്പോ തോന്നും അല്ലെ? പ്രാർത്ഥന കാണുമ്പോ, പ്രസംഗം കേൾക്കുമ്പോ, ഭക്തി കാണുമ്പോ, ആചാരങ്ങൾ നടത്തുന്നത് കാണുമ്പോ ഭയങ്കര പഴമുണ്ടെന്ന് തോന്നും, ഭയങ്കര ഫലം. ഈ ഇലകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരം. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് നിങ്ങൾക്ക്? ഇതാവരുത് നമ്മുടെ ജീവിതം എന്നാണ് ഈ അത്തിവൃക്ഷത്തെ ശപിച്ചത് വഴി കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തിന്മകളിൽ ഒന്ന് കാപട്യം, ഹിപ്പോക്രസി, കാപട്യം, ഫരിസേയത്വം. എന്താ അത്? ഇല്ലാത്തത് ഭാവിക്കുന്നത്. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ ഇതിങ്ങനെ ഇല നിബിഡമായി നിൽക്കുന്ന ഒരു മരം, ഒരു അത്തിവൃക്ഷം. അപ്പൊ ഇതെന്താണിത്? ഇത് ജെറുസലേം ദേവാലയമാണ്. ജെറുസലേം ദേവാലയമാണല്ലോ എന്ന് പറഞ്ഞ് സമാധാനപ്പെടാൻ വരട്ടെ. അത് ഞാനാണ്, അത് നിങ്ങളാണ്. ഈ തിങ്കളാഴ്ച കർത്താവ് പറയാണ് അതിനെ കർത്താവ് ശപിക്കും. എന്നിട്ട് കർത്താവ് പറയും, ഇനി നിന്നിൽ നിന്ന് ആരും ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ. 14-ാമത്തെ വാക്യം അങ്ങനെയാണ്, മർക്കോസ് 11:14. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തീർന്നു. And there will come a time, a moment when you and I will be compelled to stand before his presence and he will ask, where is the fruit? And we need to answer before him. ഒരു ദിവസം വരും, ഒരു നാഴിക വരും, ഒരു മണിക്കൂർ വരും അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ. അത് മരിച്ചതിന് ശേഷം ആത്മാവ് കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്ന സമയത്തൊന്നും അല്ല, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് 1000 തവണ ദൈവം ഇങ്ങനെ നേരെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കൈ തുറന്ന് പിടിച്ച് നിസ്സഹായതയോടെ ചോദിക്കുക, എവിടെ നിന്റെ ഫ്രൂട്ട്? ഇലകൾ മാത്രമേ ഉള്ളല്ലോ. കാരണം എന്തെന്നറിയാമോ? ഈശോ പറഞ്ഞൊരു ഉപമയില് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിമരം നട്ടുപിടിപ്പിച്ചു. എവിടെ നട്ടുപിടിപ്പിച്ചേ? മുന്തിരിത്തോട്ടത്തിൽ.
കൃഷി അറിയാവുന്ന ഒരു കർഷകനും മുന്തിരിത്തോട്ടത്തിൽ അത്തിമരം നട്ടുപിടിപ്പിക്കില്ല. കാരണം മുന്തിരി വളരുന്ന സ്ഥലത്ത് അത്തി വളരാൻ പാടില്ല. മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തൊരു സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചു, അർഹതയില്ലാത്ത അവസരങ്ങൾ നൽകി, അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ തന്നു. എല്ലാം തന്നു കഴിഞ്ഞപ്പോ അവന് പ്രതീക്ഷയുണ്ട്, എന്താണ്? ഫലം ഉണ്ടാവും. നമുക്ക് കിട്ടിയ റിസോഴ്സസ്, നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ്, നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ, ഫേവറുകൾ, നമുക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ, ദൈവം വെച്ച് നീട്ടിയ അവസരങ്ങൾ എല്ലാം ഈ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചതിന് തുല്യമാണ്. എന്നിട്ട് അവൻ വന്ന് നോക്കി, പഴമുണ്ടോ നോക്കിയപ്പോ ഫലം കണ്ടില്ല. അപ്പൊ യജമാനൻ പറഞ്ഞു, വെട്ടിക്കളയുക. അപ്പൊ കൃഷിക്കാരൻ പറഞ്ഞു, നിക്കട്ടെ, ഒരു കൊല്ലം കൂടെ നിക്കട്ടെ, ഒരു ചാൻസും കൂടെ, ഒരു അവസരം കൂടെ തരാം. എന്നിട്ട് എന്താ അവിടെ പറയുന്നത് അറിയാമോ? വെള്ളം ഒഴിക്കാൻ ഞാൻ വളമിടാം, ചുവട് കിളയ്ക്കാം, ചുവട് കിളച്ച് വളമിടാം, വെള്ളം ഒഴിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, വെള്ളം കിട്ടിയത് ആർക്കാണ്? വളം കിട്ടിയത് ആർക്കാണ്? ചുവട് കിളച്ചത് ആരുടെയാണ്? ഫലം തരാത്ത മരത്തിനാണോ ഫലം തരുന്ന മരത്തിനാണോ? ഈ വെള്ളം കിട്ടിയത്, വളം കിട്ടിയത്, കെയർ കിട്ടിയത്, കരുതൽ കിട്ടിയത് ആർക്കാ കിട്ടിയത്? ഫലം തരാത്തതിനാണ്. മനസ്സിലായോ? വീണ്ടും 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 ദൈവം അവസരം തരുമ്പോ, ആനുകൂല്യം തരുമ്പോ, അനുഗ്രഹം തരുമ്പോ, സാഹചര്യം തരുമ്പോ, റിസോഴ്സസ് തരുമ്പോ ചിന്തിക്കരുത് ഫലം ഉണ്ടായത് കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. ഫലം ഉണ്ടാവാനാണത്. വ്യത്യാസം മനസ്സിലാവുന്നോ? ഫലം ഉണ്ടായത് കൊണ്ടല്ല, ഫലം ഉണ്ടാവാനുള്ള ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ ആണത്. അതുകൊണ്ടാ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു തരുന്നത്, കുറച്ചുകൂടെ വളവിട്ട് തരുന്നത്. അപ്പൊ ഈ പീഡാനുഭവ വാരത്തിന്റെ തിങ്കളാഴ്ച ദിവസം കർത്താവ് നമ്മളെ നോക്കിയിട്ട് പറയുകയാണ്, എവിടെ ഫ്രൂട്ട്, എവിടെ പഴം? നൗ കാണിക്കേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഫോടനാത്മകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അത്തിപ്പഴങ്ങളുടെ കാലം അല്ലെങ്കിൽ ചോദിക്കാൻ പാടുണ്ടോ? പഴം ചോദിക്കാൻ പാടുണ്ടോ? അത്തിപ്പഴങ്ങളുടെ കാലം അല്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിനകത്ത് വലിയൊരു ആഴം കിടപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവ് ഫലം അന്വേഷിക്കുന്നത് സീസണിലല്ല, ഔട്ട് ഓഫ് സീസണിലാണ്. ഞാൻ എന്താ പറഞ്ഞേ? കർത്താവ് ഫലം അന്വേഷിക്കുന്നത് സീസണിലല്ല, സീസൺ അല്ലാത്തപ്പോഴാണ്. എന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ എനിക്ക് നല്ലവനായിട്ട് പെരുമാറുന്നതിന് തടസ്സമില്ല. കാരണം എന്താ? ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇപ്പൊ സീസണാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നല്ലവനായി കാണപ്പെടുന്നതിന് ഒരു തടസ്സമില്ല. കാരണം എന്താണ്? ഇപ്പൊ സീസണാണ്, ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഞാൻ ആനുകൂല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്യുമ്പോ, നിങ്ങൾ എന്നെ അബ്യൂസ് ചെയ്യുമ്പോ, നിങ്ങൾ എന്നെ വൂണ്ട് ചെയ്യുമ്പോ, നിങ്ങൾ ഹാർഷായിട്ട് സംസാരിക്കുമ്പോ, നിങ്ങൾ എന്റെ മുഴുവൻ പ്രതീക്ഷകൾക്കും ഘടകവിരുദ്ധമായി പെരുമാറുമ്പോൾ, ഔട്ട് ഓഫ് സീസൺ ആണ്. അന്നേരം എങ്ങനെ പെരുമാറും? ഔട്ട് ഓഫ് സീസൺ. പിടികിട്ടിയോ? ഔട്ട് ഓഫ് സീസൺ ആണ്. എല്ലാരും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുമ്പോ നിങ്ങൾ അവരുടെ മുമ്പിൽ നല്ലത് പറയുന്നത് സീസൺ ആണ്. പിടികിട്ടിയോ? ഹലോ, മനസ്സിലായില്ല? നിങ്ങളെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞ് പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും നിങ്ങളെ കുറിച്ച് ശ്ലാഘിക്കുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും അംഗീകാരങ്ങളും താമ്രപത്രങ്ങളും അവാർഡുകളും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവരോട് നിങ്ങൾ സ്നേഹപൂർവ്വം പെരുമാറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സീസണാണത്. ഔട്ട് ഓഫ് സീസൺ എപ്പോഴാണ്? എല്ലാവരും നിങ്ങളെ എതിർക്കുമ്പോൾ, എല്ലാവരും നിങ്ങളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, എല്ലാവരും നിങ്ങൾക്കെതിരാവുമ്പോൾ, എല്ലാവരും നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ, എല്ലാവരും നിങ്ങൾക്ക് അസ്വസ്ഥത തരുമ്പോൾ ഔട്ട് ഓഫ് സീസൺ ആണ്. അപ്പോ പഴം കാണിക്കേണ്ടത് സീസണിലല്ല, സീസൺ അല്ലാത്തപ്പോഴാണ്. പിടികിട്ടിയോ? ഹലോ, മനസ്സിലായോ? വികാരിച്ചതിന് മുമ്പിൽ നമുക്ക് നന്നായിട്ട് പെരുമാറാം. ഭാര്യയുടെ മുമ്പിലോ, ഭർത്താവിന്റെ മുമ്പിലോ? വെളിയിലിറങ്ങിയ നല്ല ആളാന്ന് പറയത്തില്ലേ? പുറത്തിറങ്ങിയ നല്ല മനുഷ്യനാണ്, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. ഇയാൾ ഇങ്ങനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം പുറത്തിറങ്ങിയാൽ ഭയങ്കര ആളാണ്. ബൈബിളൊരു വചനമുണ്ട്, വീട്ടിൽ സിംഹത്തെ പോലെ ആവരുത്. ബൈബിളൊരു വചനമുണ്ട്, വീട്ടിൽ സിംഹത്തെ പോലെ ആവരുത്. ചിലർ വീട്ടിൽ സിംഹത്തെ പോലാണ്, പുറത്തിറങ്ങിയ പൂച്ചയാണ്. പഞ്ചപാവമാണ് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നത്. പക്ഷെ വീട്ടിലാരാണ്? സിംഹമാണ്, കടിച്ചു കയറാൻ നിൽക്കുക. വീട് സീസണാണ്, സീസൺ.
പുറത്തിറങ്ങി എല്ലാവരുടെ മുമ്പിൽ നിൽക്കുക. നമുക്ക് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാത്ത ആളുകളുടെ മുമ്പിൽ നിൽക്കുന്ന സീസണാണ്. എന്നാൽ വീട്ടിൽ അത് സീസൺ അല്ലാതിരിക്കുമ്പോഴാണ് കർത്താവ് ഫലം ചോദിക്കുന്നത്. മനസ്സിലായി? എന്നോട് കർത്താവ് ഫ്രൂട്ട് ചോദിക്കുന്നത് ഞാൻ പ്രസംഗിക്കുമ്പോഴല്ല, പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്. നിങ്ങളോട് കർത്താവ് ഫലം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല എൻവയോൺമെന്റ് കിട്ടുമ്പോഴല്ല, ഏറ്റവും ഡിഫിക്കൽട്ടായ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറയാണ്, ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതെ ഇരിക്കട്ടെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അത്തിവൃക്ഷത്തെ ശപിച്ചത് എപ്പോഴും മനസ്സിലാക്കിയിട്ട് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞാൻ മുമ്പ് വേറൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആദം പഴം പറിച്ച് തിന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അത്തിമരത്തിൽ നിന്നായിരുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ലെയർ ഓഫ് മീനിങ് ഉണ്ട്. ഇത് പാരബിൾ ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്, പ്രവൃത്തിയിലൂടെയുള്ള ഉപമ. പാരബിൾ ഇൻ ആക്ഷൻ, അതായത് കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കാൻ ഒരു പ്രവൃത്തി കാണിക്കുകയാണ്. കർത്താവ് കാണിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, പിശാച് ബാധിതന്റെ ദേഹത്ത് നിന്ന് പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ലഗിയോൺ, ആ പിശാചുക്കളുടെ വ്യൂഹം പറഞ്ഞു, ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കരുത്, ഞങ്ങളെ പന്നികളിൽ പ്രവേശിക്കാൻ അനുവദിച്ചാലും. അപ്പൊ കർത്താവ് പറഞ്ഞു, ഓക്കെ കയറിക്കോ. അവരെല്ലാം കൂടെ പോയി പന്നിയുടെ ദേഹത്ത് കയറി, പന്നി പോയി മുങ്ങിച്ചത്തു. അപ്പൊ കുറെ പന്നികളുണ്ടായിരുന്നു, ആയിരക്കണക്കിന് പന്നികളുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പോർക്ക് തിന്നുന്ന ക്രിസ്ത്യാനിക്ക് സങ്കടം വരും. കാരണം എന്തോരം പന്നിയാണ് അത് പോയി ചത്തത്. പന്നിയാണെങ്കിലും പന്നിക്ക് വിലയില്ലേ? അത് പാരബിൾ ഇൻ ആക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ, ആ സംഭവം കർത്താവ് പറയുന്നത് ഒരാത്മാവിന് ഈ 10,000 പന്നികൾക്ക് വിലയുണ്ട്. ഒരാത്മാവിന് അത് കാണിക്കാനാണ് കർത്താവ് അങ്ങനെ ഒരു സംഭവം കർത്താവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ അത്തിവൃക്ഷത്തെ, ആ മരം എന്നാ ചെയ്തു, അത് സീസൺ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ അത്തിമരത്തോട് സഹതാപ തരംഗം രൂപപ്പെടുത്തിയിരിക്കാതെ കർത്താവ് എന്താ പഠിപ്പിക്കുന്നത്? ആരാണ് ഈ അത്തി? പറ, ആരാണ് ഈ അത്തി? എന്നെ കെട്ടിയവനാണ് ഈ അത്തി? അല്ല. നീയാണ് ഈ അത്തി. എന്റെ ഭാര്യയാണ് ഈ അത്തി? അല്ല. മറിച്ച് ഞാനാണ് ആ അത്തി. കർത്താവ് വരികയാണ്. അപ്പൊ ഈ തിങ്കളാഴ്ച ഹോളി വീക്കിലെ മൺഡേ ഈശോ വരികയാണ്. എന്തിനാണ്? ഫ്രൂട്ട് ചോദിച്ച്. അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, എവിടെയാണ് നിന്റെ ഫ്രൂട്ട്? ഫലമുണ്ടോ എന്ന് അന്വേഷിച്ച് അവിടുന്ന് വരികയാണ്. അപ്പൊ അങ്ങനെ ഫലമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ വായിച്ചോ, 15 മുതൽ, മർക്കോസ് 11:15 മുതൽ വായിച്ചേ. അവർ ജെറുസലേമിലെത്തി, അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അപ്പൊ ഇങ്ങോട്ട് നോക്കി, അവൻ ദേവാലയത്തിൽ രാവിലെ ചെന്നു. ദേവാലയത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാർ. ശ്രദ്ധിച്ചേ, എന്തിനീ നാണയം മാറ്റുന്നേ? നാണയം മാറ്റുന്ന ഇതാണ്. ഇപ്പോ ഞാൻ പറയുന്നത് നിങ്ങളോട്, നിങ്ങൾ മൗണ്ട് കാർമലിൽ വരുമ്പോ നിങ്ങൾക്ക് ഇവിടെ എൻട്രി തരണമെങ്കിൽ നിങ്ങൾ സ്തോത്രകാഴ്ച ഇടണം. അപ്പൊ അവിടെ ആ വാതുക്കെ സ്തോത്രകാഴ്ച കൗണ്ടറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഈ ടെമ്പിൾ ടാക്സ് അടയ്ക്കണം. അല്ലെങ്കിൽ ഈ റിട്രീറ്റ് സെന്ററിന് ഒരു ടാക്സ് ഉണ്ട്, അത് നിങ്ങൾ കൊടുക്കണം. പേയ്മെന്റ് ഉണ്ട്, അത് കൊടുത്താലേ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റൂ. അതിനകത്ത് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ വരുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ 1000 രൂപ തരാൻ പറഞ്ഞാൽ നിങ്ങൾ തരും. പ്രശ്നം അവിടെ അല്ല. ഞാൻ പറയുകയാണ്, നിങ്ങൾ എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും കൊണ്ടുവന്ന് നിങ്ങളുടെ വന്ന പൈസ എനിക്ക് വേണ്ട. നിങ്ങൾ 100 രൂപ ഇടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മൗണ്ട് കാർമലിൽ ഒരു സ്പെഷ്യൽ കറൻസി ഉണ്ട്. അതേ ഇവിടെ ഞങ്ങൾ സ്വീകരിക്കും. നിങ്ങളുടെ കറൻസി ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ ഞങ്ങൾ സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക കറൻസിയാണ്. അതിലേക്ക് നിങ്ങളുടെ പൈസ കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എത്രയാണ് ഇവിടെ ടാക്സ് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? 100. ഓക്കെ, 160 രൂപ ഇങ്ങനെ തന്നോളൂ, ഈ കറൻസി തരാം. 60% കൂടുതൽ. മനസ്സിലായോ? അതായത് 100 രൂപ നിങ്ങൾ ഇവിടെ ഇടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ നിന്ന് ഞങ്ങൾ എത്ര വാങ്ങിക്കും? 160 രൂപ വാങ്ങിക്കും. ഈ 60 രൂപ എന്തിനാ എക്സ്ട്രാ വാങ്ങിച്ചേ? അത് ഈ വിനിമയ നിരക്കാണ്. ഇത് നിങ്ങൾക്ക് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് തരുമ്പോൾ അതിന്റെ ചാർജാണ്. ഇതാണ് ടെമ്പിൾ ടാക്സ്. അവിടെ ഉണ്ടായിരുന്ന ടാക്സ്. ആ പള്ളിക്കകത്ത്, ആ ജെറുസലേം ദേവാലയത്തിനകത്ത് നിങ്ങൾ ടാക്സ് കൊടുക്കണം. ടെമ്പിൾ ടാക്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കറൻസി അവർ വാങ്ങിക്കില്ല. അത് ടെമ്പിളിനൊരു കറൻസി ഉണ്ട്.
ആ ടെമ്പിൾ കറൻസിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന കാശ് കൺവേർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പൈസ തരണം. അങ്ങനെ അവർ അതിൽ നിന്ന് കൊള്ള ലാഭം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് അങ്ങനെ മണി എക്സ്ചേഞ്ചിന് കുറെ കൗണ്ടറുകൾ എവിടെ? പള്ളിക്കകത്ത്. അതാണ് നാണയമാറ്റക്കാർ. പിന്നെന്താണ്? പ്രാവിനെയും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങൾ, പ്രാവ്, ആട്, കാള ഇതിനെയൊക്കെ വിൽക്കാൻ വേറെ കുറെ ഷോപ്പുകൾ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണത് അതെന്തിനാണ്? ദേവാലയത്തിൽ ഒരാൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഒരാടിനെയാണ് ഞാൻ ബലിയർപ്പിക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നല്ലൊരു ആടിനെ വളർത്തി, അതിനെ ഇങ്ങനെ ഒരു വയസ്സായി, അത് മറ്റൊരാടിനെ ഞാൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ പുരോഹിതന്മാരിപ്പുണ്ട്. അവർ ഈ ആടിനെ എടുത്ത് ഇൻസ്പെക്ട് ചെയ്യും, ഇങ്ങനെ നോക്കും, തിരിച്ചു മറിച്ചെല്ലാം നോക്കിയിട്ട് പറയും, അയ്യോ ഇത് പറ്റില്ല, ഇത് കറയുള്ള കളങ്കമുള്ള ഇത് 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 ഊനമുള്ള ആടാണ്, കുറവുള്ള ആടാണ്, ഇതിന് പ്രോബ്ലം ഉണ്ട്, ഇതിന് വൈകല്യമുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണ, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ജെറുസലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് എത്തുന്ന തീർത്ഥാടകർ ഇനി നാട്ടിൽ നിന്ന് ഒരാടിനെ കൊണ്ടുവന്നാൽ ജെറുസലേമിൽ എത്തുമ്പോൾ അതിന്റെ അവസ്ഥ ആലോചിക്കും. എന്തായാലും അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഈ പുരോഹിതനോട് ഇൻസ്പെക്ട് ചെയ്യാനിരിക്കുന്ന പുരോഹിതന്മാർ അവരോട് പറയും, ഈ ആടിനെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ചെറിയ വിലയ്ക്ക് അവിടെ ആ കൗണ്ടറെ ഇതിനെ വിറ്റോ, എന്നിട്ട് വേറെ ഇവിടുന്ന് കൊള്ളാവുന്ന ആടിനെ വാങ്ങിക്കും. അപ്പൊ അതിന് ഒലിവ് മലയ്ക്ക് ചുറ്റും അങ്ങനെ ആടിനെയും പ്രാവിനെയും കാളകളെയും വിൽക്കുന്ന കടകൾ ഉണ്ടായിരുന്നെങ്കിലും അത് കൂടാതെ ടെമ്പിളിന് കാശുണ്ടാക്കാൻ വേണ്ടി, ജെറുസലേം ദേവാലയത്തിനും പുരോഹിതർക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ ദേവാലയത്തിനകത്ത് കച്ചവടം നടത്തി. ഈ വിൽപ്പന. പ്രശ്നം എവിടെയെന്നറിയാം? കച്ചവടം നടത്തിയതിനകത്ത് പ്രശ്നമുണ്ട് എന്നതിനേക്കാൾ അധികം ഈ കച്ചവടം നടത്തിയത് എവിടെ നിന്നറിയാം? ജെറുസലേം ദേവാലയത്തിന്റെ ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണ്. ഇപ്പൊ പടം ഉണ്ടായിരുന്നു, കാണിച്ചു തരായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് ഈ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അതിന്റെ പ്രാകാരം, മുറ്റം, കോർട്ട്, ഇതെല്ലാം ഇങ്ങനെ ഒരു സ്ട്രക്ചർ. ഇനി അതിന്റെ അവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒക്കെ ആയിട്ട് സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലമുണ്ട്, വിജാതിയർ നിൽക്കുന്ന സ്ഥലമുണ്ട്, പരദേശികൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെ പല സെക്ഷൻസ് ഉണ്ട് ദേവാലയത്തിൽ, പല സെക്ഷൻസ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ജെറുസലേം പിന്നെ യേശുവിന്റെ കാലത്തെ ദേവാലയത്തിന്റെ മാതൃക നിങ്ങൾ ഗൂഗിളിൽ പിക്ചർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കോർട്ട്, അതൊരു കോർട്ട് എന്നാ പറയുക, മുറ്റം എന്നാ പറയുന്നത്. വിജാതീയരുടെ മുറ്റം എന്ന് പറഞ്ഞാൽ മുറ്റമല്ല, അത് ശരിക്കും അത് പള്ളിക്കകത്ത് തന്നെ, ആരാധനാലയത്തിനകത്ത് തന്നെ ഉള്ളൊരു സെക്ഷനാണ്. അവിടാണ് വിജാതീയർ നിൽക്കുന്നത്. വേറൊരു സെക്ഷൻ അവിടാണ് സ്ത്രീകൾ നിൽക്കുന്നത്. വേറൊരു സെക്ഷൻ അവിടാണ് ഇപ്പൊ നിങ്ങൾ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ കൊയർ നിൽക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ? ഒരു പ്രത്യേക ഏരിയ, അങ്ങോട്ട് ഒരു എക്സ്റ്റൻഷൻ, ഇങ്ങോട്ടൊരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ പോലെ ദേവാലയത്തിന് ഡിഫറൻറ്റ് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലമുണ്ട്, പുരോഹിതന്മാർ നിൽക്കുന്ന, വിജാതിയർ നിൽക്കുന്ന സ്ഥലമുണ്ട്. ഈ കച്ചവടം നടന്നത് എവിടെയാണെന്നറിയോ? വിജാതിയർ നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഈ കച്ചവടം. അപ്പൊ ഈ വിജാതീയനോ പാപിക്കോ പരദേശിക്കോ പാവപ്പെട്ടവനോ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്താണ് ഈ കച്ചവടവും അതിനനുബന്ധമായ ബഹളങ്ങളും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇവിടെയാണ് കർത്താവ് അകത്തോട്ട് പ്രവേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നങ്ങൾ പലതുണ്ട്. ഒരു പ്രശ്നം ഇതാണ്, കർത്താവ് പറയാണ്, പാവപ്പെട്ടവനും പരദേശിക്കും പാപിക്കും പരാജിതനും പീഡിതനും ദുഃഖിതനും അകറ്റി നിർത്തപ്പെട്ടവനും വിളിമ്പിനപ്പുറത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടവനും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും അഗതിയാക്കപ്പെട്ടവനും അടിമയാക്കപ്പെട്ടവനും അനാഥനും വിധവയ്ക്കും എല്ലാം ദൈവാരാധനയ്ക്ക് ഒരു റൈറ്റ് ഉണ്ട്. ആരുമില്ലാത്തവന് ആരേ ഉള്ളൂ? ദൈവമേ ഉള്ളൂ. അപ്പൊ ആ ദൈവത്തെ പാവപ്പെട്ടവനിൽ നിന്ന് മാറ്റി നിർത്തരുത്. അതെങ്ങനെ ആ ദൈവത്തെ മാറ്റി നിർത്തുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് മൗണ്ട് കാർമലിൽ വന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ 1000 രൂപ കൊടുക്കണമെങ്കിൽ 1000 രൂപ ഇല്ലാത്തവന് ഈ മൗണ്ട് കാർമലിനകത്ത് കയറാൻ പറ്റില്ല. അപ്പൊ ഒരു 1000 ഇല്ലാത്തവനെ ഈ ആരാധനാലയം മാറ്റി നിർത്തി. ശരിയോ തെറ്റോ? ശരി. ഇപ്പൊ 2000 രൂപയാണ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ തരേണ്ട ഫീസ് എങ്കിൽ ആ 2000 ഇല്ലാത്തവന് ഈ ആരാധനാലയത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? എനിക്ക് ഭയങ്കര വേദന തന്ന ഒരു അനുഭവം ഉണ്ടായി പണ്ട്.
അതായത് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ധ്യാനം കൂട്ടിയിട്ട് പോയപ്പോൾ പറഞ്ഞു വണ്ടിക്കൂലി ഇല്ല എന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി, ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ മതി, വണ്ടിക്കൂലി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടിക്കൂലി ഇല്ല ചെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ എന്താണെന്നറിയോ, അവൻ്റെ കയ്യിൽ 10 or 100 രൂപ ആകെ ഉണ്ടായിരുന്നത് കൊണ്ട് ബസ് കൂലി കൊടുത്ത് അവൻ ഇവിടെ ഈ ധ്യാനത്തിന് വന്നതാണ്. തിരിച്ചു പോകാൻ അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരുത്തൻ, ആ ചെറുപ്പക്കാരൻ, അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ ഈ ജെറുസലേം ടെമ്പിളിൽ അവന് കയറാൻ പറ്റുമോ? പറ്റില്ല. അവന്റെ ആരാധന മുടക്കി. അപ്പൊ ആരാധനാലയത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ഒന്നാമത്തെ ആരോപണം, പാവപ്പെട്ടവനും പരദേശിക്കും പാപിക്കും അഗതിക്കും അനാഥനും അടിമയ്ക്കും ദൈവാരാധന നിഷേധിക്കാൻ പാടില്ല. ഉദാഹരണങ്ങൾ ഒത്തിരി പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വിലയ്ക്ക് നിൽക്കുന്ന ആള് ക്രിസ്ത്യാനിയാണെങ്കിൽ ഞായറാഴ്ച വരെയൊക്കെ ഇവിടെ പണി ചെയ്തു, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ കാപ്പി ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ വിലയ്ക്ക് നിൽക്കുന്ന ചേച്ചിക്ക് ആരാധന നിഷേധിക്കുക, ദൈവത്തെ നിഷേധിക്കുക. നിങ്ങൾ ഒരു തൊഴിലെടുപ്പിക്കുന്ന ഒരു ഉടമയാണെങ്കിൽ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് നിങ്ങൾ ഞായറാഴ്ച ദിവസവും ജോലി ചെയ്തേ പറ്റൂ എന്ന നിർബന്ധം പുലർത്തിയിട്ട് നിങ്ങൾ ജോലി വെച്ചാൽ അവർക്ക് നിങ്ങൾ ആരാധന ദൈവത്തെ ഡിനൈ ചെയ്യുകയാണ്. എനിക്കറിയാം, ഇസ്രായേലിലൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകളും കണ്ണുനീരോടെ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ പറ്റില്ല, പള്ളിയിലൊന്നും വിടില്ല. പാവപ്പെട്ട ആളുകളെ ഞായറാഴ്ച പള്ളി പോലും വിടാത്ത ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ കേരളത്തിലും ഉണ്ട്, മലയാളികളുടെ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. മറ്റു ദേശക്കാരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളികൾ ഈ കാര്യത്തിൽ അഗ്രകണ്ണീരാണ്. ഇവർ 9 കൊന്തയും 90 കുരിശിന്റെ വഴിയും ചൊല്ലുന്നവരാണ്. പക്ഷെ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്നവരെ അവർ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല. അപവാദങ്ങളുണ്ട്. എനിക്കറിയാവുന്ന വലിയൊരു കേരളത്തിലെ സമ്പന്നന്റെ ഭാര്യ എന്നോടൊരു സുവിശേഷകൻ പറഞ്ഞാണ്, അദ്ദേഹം ആ വീട്ടിൽ പോയി ഒരിക്കൽ താമസിച്ചപ്പോൾ വെളുപ്പിനെ 4 മണിക്ക് അടുക്കള ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയും വിളിച്ചുകൊണ്ട് ആ വീട്ടിലെ സമ്പന്നയായ യജമാനത്തി ഉടമസ്ഥ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. എക്സെപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ദൈവാരാധന പാവപ്പെട്ടവന് നിഷേധിക്കരുത്. മനസ്സിലായോ? നമ്മളിങ്ങനെ പള്ളിയിൽ പോകുന്ന വഴിക്ക് പള്ളിയിലോട്ട് പോകുമ്പോൾ വണ്ടിയില്ലാത്തൊരുത്തനുണ്ട്, അവന് വണ്ടിയില്ല, നമുക്ക് നല്ല വണ്ടിയുണ്ട്. അവനിങ്ങനെ എന്തിയും വലിഞ്ഞ് പള്ളി വരുമ്പോൾ പള്ളിയുടെ വിശുദ്ധ കുർബാന 3/4 കഴിയും. പക്ഷെ നമ്മളവനെ കയറ്റത്തില്ല വണ്ടിയിൽ. പാവപ്പെട്ടവന് ദൈവാരാധന മുടക്കുന്നതിന്റെ ഭാഗമാണത്. അവന് വണ്ടിയില്ല, അവന് റിസോഴ്സസ് ഇല്ല, സൗകര്യങ്ങളില്ല, വണ്ടിയെ കയറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ കത്തോലിക്കര്, ഞാൻ ഈ പെന്തക്കോസുകാരുടെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ഞാനൊരു പെന്തക്കോസുകാരനാണോ എന്നൊരു സംശയത്തിലാണ്. അപ്പോൾ അത് സംശയം നിലനിൽക്കെ തന്നെ ഒരു ഉദാഹരണം കൂടെ പറയാം. അതായത് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഇടവകയിൽ നിന്ന് ഒരു മനുഷ്യൻ പെന്തക്കോസിൽ പോയി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ലിസ്റ്റെല്ലാം നോക്കിയപ്പോൾ ഒരു 2 കുടുംബം പെന്തക്കോസിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് ഇരിക്കുന്ന സമയത്ത് ഇതിലെ ഒരാള് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ പുതിയ അച്ഛൻ വന്നു, ഇവിടെ പ്രാർത്ഥനയൊക്കെ ആരാധനയൊക്കെ തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞു, ഒരു മനസമാധാനം ഇല്ല അച്ഛാ. എന്താ? ഞാൻ പള്ളി വിട്ടുപോയാന്ന് പറഞ്ഞു. എന്താ? പള്ളിയിൽ ഒരു പ്രശ്നത്തിന്റെ പേര് വിട്ടുപോയതാ. ഒരു സമാധാനമില്ല, എനിക്ക് തിരിച്ചു വരണം. അപ്പൊ ഞാൻ കുറെ സംസാരിച്ച് ഈ മനുഷ്യന്റെ പ്രയാസമൊക്കെ എന്തുകൊണ്ടാണ് വിട്ടുപോയത് ഇതിലെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, ഇദ്ദേഹത്തിന്റെ വീട് പള്ളിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്, ഒരു മലയല്ല, പക്ഷെ വളരെ റിമോട്ടായ ഒരു സ്ഥലത്താണ്. അപ്പൊ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ ഞാൻ ഈ പള്ളിപ്പോക്ക് നിർത്തിയിട്ട്, എൻ്റെ അയൽവക്കത്തൊരു ചേട്ടനുണ്ട്, പെന്തക്കോസിൽ പോകുന്ന ആളാ. അപ്പൊ പള്ളിയിൽ പോകുന്നില്ല, പള്ളിയിൽ പ്രശ്നമായി, ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഈ ചേട്ടൻ വന്നിട്ട് ഞങ്ങളുടെ പള്ളി വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിച്ച് ഇദ്ദേഹം എന്നാൽ പിന്നെ അങ്ങോട്ട് വരാം, ഇനിയിപ്പോൾ ഈ പള്ളിയിൽ പോകുന്നില്ല എന്നാൽ പിന്നെ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത്, അപ്പൊ ഇദ്ദേഹത്തിന് ഞായറാഴ്ച രാവിലെ 7 മണിക്ക് അദ്ദേഹം പറയുകയാണ്, അച്ഛാ എൻ്റെ പാവപ്പെട്ട വീടിന്റെ മുറ്റത്ത് ആ സഭയിൽ പോകുന്ന അംഗങ്ങളിലെ ഏറ്റവും സമ്പന്നനായ ആളുടെ വളരെ വില കൂടിയ ഒരു വാഹനം എൻ്റെ വീടിന്റെ മുറ്റത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നു നിന്നു. എന്നെ അതിനകത്ത് കയറ്റി ഒരു രാജാവിനെ പോലെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ വിചാരിച്ച ആദ്യത്തെ ആഴ്ചയുള്ള സ്വീകരണമായിരിക്കും, പിറ്റേ ആഴ്ച അതുപോലെ തന്നെ.
ഈ കൂട്ടത്തിലുള്ളവനോടൊരു സ്നേഹം കത്തോലിക്കർക്ക് പൊതുവെ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷേപമായിട്ട് കണ്ട് അവഗണിക്കാതെ അതിനകത്തെ വാസ്തവത്തെ ഒന്ന് അന്വേഷിക്കുന്നത് അറിയുന്നത് നല്ലതായിരിക്കും. കാരണം പള്ളിയിൽ ഒരുമിച്ച് ആരാധിക്കാൻ വരുന്ന ആളുകൾ തമ്മിൽ പരസ്പരം അറിയാത്ത പള്ളികൾ കേരളത്തിൽ ഇഷ്ടം പോലുണ്ട്. ശരിയോ തെറ്റോ? കൂട്ടത്തിൽ നിന്ന് ആരാധിക്കുന്നവന്റെ അവസ്ഥ അറിഞ്ഞുകൂടാ, അവന്റെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? അത് വലിയ ഇപ്പോൾ 100, 1000, 2000, 10,000 ഒന്നും മെമ്പേഴ്സ് ഒന്നും വേണമെന്നില്ല. 10, 20 ആളുകളുടെ സ്ഥലത്ത് പോലും ഇല്ല. 2 ആഴ്ച പള്ളി വന്ന തിരക്കില്ല, പള്ളി വന്നില്ലെങ്കിൽ തിരക്കില്ല. ഇത് എവിടെ പോയി അന്വേഷിക്കില്ല. എവിടെ ചോദിക്കും, എവിടെ പോയി? അറിയില്ല, കാണുന്നില്ല, എന്താ അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്തറിയാം, കൂട്ടത്തിൽ പാവപ്പെട്ടവന് ആരാധന നിഷേധിക്കുന്ന ഒരു സംവിധാനത്തെ ഈ തിങ്കളാഴ്ച യേശു വെല്ലുവിളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടംപററി റീഡിംഗ് ഉണ്ടെന്നാ ഞാൻ പറയുന്നത്. ജെറുസലേമിൽ അന്ന് അന്തക്കാലത്ത് നടന്ന സംഭവം ഓർത്ത് അയ്യോ കർത്താവേ നീ സഹിച്ചല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ന് ഇവിടെ ഈ മോമെന്റിൽ അതിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായോ? പാവപ്പെട്ടവന്റെ കൊച്ചു വന്ന് വീട്ടിൽ ഇരുന്നപ്പോൾ സോഫ അഴുക്കാവും, കട്ടിലഴുക്കാവും, കസേര അഴുക്കാവും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വലിച്ച് താഴെ ഇടുന്ന ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ കേരളത്തിലുണ്ടെന്ന്. എന്നിട്ട് 500 കൊന്തകൊല്ലി എന്റെ ഗമയും പറഞ്ഞുകൊണ്ടിരിക്കുക. പാവപ്പെട്ടവന് ആരാധന നിഷേധിക്കുന്ന മനുഷ്യർ ഇഷ്ടംപോലെ ഉണ്ട്. അത് പള്ളികളുണ്ട്, സംവിധാനങ്ങളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്, ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കൺസേൺ എന്തായിരിക്കണം? പാവപ്പെട്ടവൻ ആരാധന നിഷേധിക്കാൻ പാടില്ല. ഇതാണ് ഈശോ ഇവിടെ ചെയ്യുന്ന ഒന്നാമത്തെ പ്രവൃത്തി. എന്നിട്ട് കർത്താവ് യെശയ്യാ പ്രവചനം 57 ഒരു വാക്യം ഇവിടെ ഉദ്ധരിക്കും. യെശയ്യാ 56:7. യെശയ്യാ 56:7 കുറിച്ച് വെച്ചാൽ മതി. അവൻ അവരെ പഠിപ്പിച്ചു, എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ് എൻ്റെ ആലയം. അവിടെ എല്ലാവർക്കും വരാൻ പറ്റണം. അവിടെ ഏത് സമയത്തും, ഏത് അർദ്ധരാത്രിയിലും, ഏത് അസമയത്തും, ഏത് പ്രതീക്ഷിക്കാത്ത നേരത്തും ഒരു മനുഷ്യന് അവന്റെ നിലവിളികളുമായി കയറി വരാൻ പറ്റുന്ന ഇടമായിരിക്കണം എൻ്റെ ആലയം. എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അടുത്തത് ഈശോ പറയണം, നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി. ഡൻ ഓഫ് റോബേഴ്സ് എന്ന് പറഞ്ഞത് ജെറമിയായാണ്. അതൊന്നും എടുക്കുന്നത് നല്ലതാണ്. ജെറമിയ 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് ഈശോ ഇവിടെ ഉദ്ധരിച്ചത്. ജെറമിയ 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ജെറമിയ 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉറക്കെന്ന് വായിക്കുന്നത് നല്ലതാണ്. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കാമോ? കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക. കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ, കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായി നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദൈവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകി ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. ഇതാ പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്, അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷ്യം പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിൻചെല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? അടുത്ത വാക്യം വളരെ ശ്രദ്ധിച്ച് വായിക്കണം, ഉറക്കെ വായിച്ച്. എന്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്ത ഉച്ചത്തിൽ വായിച്ച്, എന്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷീലോയിൽ ചെന്ന് നോക്കുവിൻ. എന്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു. ഈ പ്രവൃത്തി എന്താ ഇവിടെ പറയുന്നത് അറിയോ? കർത്താവ് പറയാണ്, ജെറമിയയിലൂടെ കർത്താവ് പറയാണ്, ഷീലോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇസ്രായേൽ ജനതയുടെ ആദ്യത്തെ ആരാധനാലയം. അവർ പള്ളി പണിഞ്ഞില്ല അവിടെ, പക്ഷെ അവരുടെ ഒരു താൽക്കാലിക ആരാധനാലയം ഷീലോയിലാണ്.
നിങ്ങൾക്ക് ആ സ്ഥലം പരിചയമുണ്ട്. നിങ്ങൾ സാമുവേലിന്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാര്യമാരിൽ ഇളയവളായ ഹന്ന ഓർക്കുന്നില്ലേ? സാമുവേലിന്റെ അല്ല, എൽഖാനയുടെ, സാമുവേലിന്റെ അമ്മ ഹന്ന ഒരു ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് നിങ്ങൾ വായിക്കുന്നില്ലേ? ഒരു പള്ളിയിൽ പോയി. അത് ഷീലോയിലുള്ള ആരാധനാലയമാണ്. ആ കാലഘട്ടത്തിൽ ആരാധനാലയം ഷീലോയിലായിരുന്നു. ഇവിടെ ജെറമിയായിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ്, ആ ഷീലോയിലുള്ള ആരാധനാലയത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് തകർക്കപ്പെട്ടില്ലേ? അത് തകർക്കപ്പെട്ടതുപോലെ ജെറമിയായിലൂടെ കഥ പറയുകയാണ്, ഇതാ നിങ്ങൾ പണിത, സോളമൻ പണിത ഈ ദേവാലയവും തകർക്കപ്പെടും. ഇത് ജെറമിയ പ്രവചിച്ച് കൃത്യം 40 വർഷം കഴിയുന്നതിന് മുമ്പ് ജെറമിയ പ്രവചിച്ച ആ സ്ഥലത്തെ ജെറുസലേമിലെ സോളമൻ പണിത ആദ്യത്തെ ദേവാലയം ബാബിലോൺകാർ വന്ന് അഗ്നിക്കിരയാക്കി. ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ നിങ്ങൾ? ജെറമിയ ഇത് പ്രവചിച്ചില്ല. ഇപ്പൊ 7-ാം അധ്യായത്തിൽ ഈ പ്രസംഗം നടത്തി കൃത്യം 4 പതിറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് ജെറുസലേമിലെ സോളമൻ പണിത ആരാധനാലയം ബാബിലോൺകാർ വന്ന് തകർത്ത് കളഞ്ഞു. അത് അഗ്നിക്കിരയാക്കി. അപ്പൊ ഈശോ ഈ വാക്യം കോട്ട് ചെയ്യുകയാണ്. ജെറമിയ 7-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഈ വാക്യമാണ് യേശു ഉദ്ധരിക്കുന്നത്. ഏത് ദേവാലയം? സോളമന്റെ ദേവാലയം അല്ല, 2-ാമത്തെ ദേവാലയം. ആ 2-ാമത്തെ ദേവാലയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് കർത്താവ് യേശു മിശിഹാ പ്രഖ്യാപിക്കുകയാണ്, ജെറമിയ പ്രവചിച്ചതുപോലെ ഇത് നിങ്ങൾ കള്ളന്മാരുടെ, മോഷ്ടാക്കളുടെ ഗുഹയാക്കിയോ എന്നാണ്. അപ്പൊ അതിന്റെ അസംഷൻ, അതിന്റെ പിന്നിലുള്ള അതിന്റെ പ്രതിധ്വനി എന്താണ്? അത് കർത്താവ് ഉദ്ധരിക്കുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് നിങ്ങൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങൾ ഈ മോഷണം, ഈ കൊള്ള, ഈ കച്ചവടം, ഈ ആരാധന നിഷേധിക്കുന്ന, ഈ അവഗണിക്കുക, പാവപ്പെട്ടവന്റെ ആരാധന നിഷേധിക്കുന്ന ഈ അരാജകത്വം, ഇത് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജെറമിയ പ്രവചിച്ച് 40 വർഷം കഴിയുന്നതിന് മുമ്പ് ആ ദേവാലയം തകർക്കപ്പെട്ടതുപോലെ 40 വർഷം കഴിയും മുമ്പ് ഈ ദേവാലയം തകർക്കപ്പെടും. അതാണ് എൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഇത് പ്രോഫറ്റിക് റെസണൻസ് ഉള്ള ആക്ഷനാണ്. പ്രവചന ധ്വനിയുള്ള വാക്കുകളാണ്. പ്രവചന ധ്വനിയുണ്ട് അതിനകത്ത്. കർത്താവ് പറയാണ്, ഇത് മോഷ്ടാക്കളുടെ ഗുഹയാക്കി നിങ്ങളിത് തുടർന്നാൽ എന്ത് സംഭവിക്കും? കൃത്യം 40 വർഷം ജെറമിയ പ്രവചിച്ച് 40 വർഷം കഴിഞ്ഞ് ആ ദേവാലയം തകർക്കപ്പെട്ടതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു 40 വർഷം കഴിയുമ്പോൾ ഈ ദേവാലയം തകർക്കപ്പെടും. കൃത്യമായിട്ട് പറഞ്ഞാൽ AD 29 ഈശോ ഇത് പറയുന്നത്. AD 70 40 വർഷം തികയുമ്പോ കർത്താവ് പ്രവചിച്ചനുസരിച്ച് റോമാക്കാർ വന്ന് ഈ ദേവാലയം, കർത്താവ് എവിടെ നിന്നാണോ അത് പറഞ്ഞത്, ആ ദേവാലയം അഗ്നിക്കിരയാക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ആ വിഷയം ഇതാണ്: ജെറുസലേം ദേവാലയത്തിന്റെ നാശവും ജെറുസലേം നഗരത്തിന്റെ നാശവും പ്രവചിച്ച കൂട്ടത്തിലാണ് യേശു യുഗാന്ത്യത്തെക്കുറിച്ചും പ്രവചിച്ചത്. നന്നായിട്ട് ശ്രദ്ധിച്ചേ. ജെറുസലേം ദേവാലയത്തിന്റെ നാശവും തകർച്ചയും പ്രവചിച്ച അതേ കൂട്ടത്തിലാണ് യേശു യുഗാന്ത്യത്തെക്കുറിച്ചും പ്രവചിച്ചത്. അത് 2 കാര്യങ്ങൾ ഒരുമിച്ച് പ്രവചിച്ചതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഇതാണ്: ജെറുസലേമിന് സംഭവിച്ചത് മോഡലാണ്. ജെറുസലേമിന് സംഭവിച്ചത് പോലെയാണ് യുഗാന്ത്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. കർത്താവിന്റെ ആജ്ഞയനുസരിച്ച് പണിത ദേവാലയം തകർക്കപ്പെട്ടെങ്കിൽ നമ്മൾ ഉയർത്തുന്ന സംവിധാനങ്ങളെല്ലാം ദൈവത്തിന് തകർക്കാൻ നിമിഷ നേരം മതി. അവിടെ ദൈവത്തിന്റെ പർപ്പസ് സേവ് ചെയ്യുന്നില്ലെങ്കിൽ, ദൈവം എന്തിനു വേണ്ടി അത് സ്ഥാപിച്ചോ അതവിടെ നടക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഉയർത്തിയ ദൈവം തന്ന ദൈവത്തിന്റെ പ്രേരണയിലും സഹായത്തിലും അനുഗ്രഹത്തിലും നമ്മൾ പണിതുയർത്തിയ സംവിധാനങ്ങളെല്ലാം തകർന്നടിയും. അതാണ് ഇവിടുത്തെ സൂചന. അപ്പൊ അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയണ, ഈ തിങ്കളാഴ്ച ദിവസം കർത്താവ് നമ്മളോട് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നത് ആരാധനാലയങ്ങളെ കുറിച്ചും ആരാധനാലയമായ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും കർത്താവ് പറയണം. അപ്പോൾ ഈ തിങ്കളാഴ്ചത്തെ ധ്വനി, തിങ്കളാഴ്ചത്തെ മെസ്സേജ് അനുതപിക്കാനുള്ള മെസ്സേജാണ്. അപ്പൊ ഹോളി വീക്കിലെ തിങ്കളാഴ്ച കർത്താവ് ജെറുസലേമിനോട് പറഞ്ഞത്, നിന്റെ വഴികൾ തിരുത്തുക, അനുതപിക്കുക, തെറ്റുതിരുത്തുക, മാനസാന്തരപ്പെടുക, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊള്ളയും കച്ചവടവും അവസാനിപ്പിക്കുക, ലാഭക്കൊതി. ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട, നമുക്ക് ഈശോയിൽ തന്നെ ശ്രദ്ധിച്ചു നിൽക്കാം. ഈ ധനമോഹം, വിഗ്രഹാരാധന തന്നെയായ ധനമോഹം. പൗലോസ് പറയാണ്, പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുക അനേക തിന്മകളാൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തതിന്റെ കാരണം ധനമോഹം, വിഗ്രഹാരാധന തന്നെയായ ധനമോഹം. പൗലോസ് പറയും, തങ്ങളുടെ ഭക്തിയെ അവർ ഭക്തിയെ ധനലാഭത്തിനുള്ളൊരു മാർഗമായിട്ട് കണ്ടു. മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ എന്ന് പറയും. സമ്പത്ത് നല്ലൊരു ദാസനാണ്, പക്ഷെ മോശപ്പെട്ടൊരു യജമാനനാണ്. പണം കയറി മാസ്റ്റർ ആവരുത്, പണം കയറി ലക്ഷ്യമാവരുത്, ധനമോഹമാവരുത്.
എന്ത് കാര്യത്തിൽ എവിടുന്ന് എങ്ങനെ പൈസ കിട്ടും എന്നതാവരുത് ലക്ഷ്യം. അപ്പൊ കർത്താവ് പറയാണ്, ഇങ്ങനെ ഈശോ ഈ ദേവാലയത്തിലേക്ക് വന്നിട്ട് കർത്താവ് അതിനെ ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കാണുന്നുണ്ട്, അതായത് ഈ മർക്കോസിൽ നിങ്ങൾ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടോ? സാൻഡ്വിച്ച് കഴിച്ചിട്ടില്ലെങ്കിലും സാൻഡ്വിച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ചിനകത്ത് എത്ര ബ്രെഡിന്റെ എത്ര പീസ് ഉണ്ടാവും? മിനിമം ഒരു 2 എണ്ണം ഉണ്ടാവും. കൂടുന്നോണ്ട് വിരോധമില്ല. മിനിമം അതിനകത്ത് 2 പീസ് ബ്രെഡ് ഉണ്ടാവും. ശരിയല്ലേ? 2 പീസ് ബ്രെഡ് മാത്രമായ സാൻഡ്വിച്ച് ഉണ്ടാവുമോ? പിന്നെ അതിനകത്ത് സാൻഡ്വിച്ചാണ് വേറെ സാധനം പറയണം. എന്താണ്? അതിനൊരു ഫില്ലിങ് വരണം, അതിനിടയ്ക്ക് ഒരു സാധനം വരണം, ഫില്ലിങ്. അപ്പൊ സാൻഡ്വിച്ചിനകത്ത് 3 സാധനമുണ്ട്. എന്തൊക്കെയാണ്? മേളിലും താഴെയും ഒരുപോലെയുള്ള ബ്രെഡ് പീസും, അതിന് നടുക്ക് ഫില്ലിങ്, അതിന്റെ ഫില്ലിങ് എന്തെങ്കിലും ആവട്ടെ. നോമ്പ് കാലമായിട്ട് വെജിറ്റബിൾസ് അതിനിടയ്ക്ക്. ശ്രദ്ധിച്ചോണം, സാൻഡ്വിച്ച്. ഈ മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ കുറെ പാസേജസ് അതിനെ എങ്ങനെയാണ് പറയുന്നത്? സാൻഡ്വിച്ച് പാസേജ് എന്ന് പറയും. സാൻഡ്വിച്ച് പാസേജ് എന്ന് പറഞ്ഞാൽ മേളിൽ പറയുന്ന സാധനവും താഴെ പറയുന്ന സാധനവും ഒരുപോലെ, അതിനിടയ്ക്ക് വേറൊരു ഫില്ലിങ്. ഇത് 3 ഒരുമിച്ചെടുത്താലേ അതിന്റെ അർത്ഥം കിട്ടും. 3 ഒരു സാധനമാണ്, ഒരു സാൻഡ്വിച്ചാണ്. ഇപ്പൊ സാൻഡ്വിച്ചിന്റെ മേളിലെ ബ്രെഡ് മാത്രം എടുത്താൽ അതിന്റെ അർത്ഥം കിട്ടുമോ? സാൻഡ്വിച്ചിന്റെ ടേസ്റ്റ് കിട്ടുമോ? കിട്ടില്ല. അത് 3 ഒരുമിച്ചെടുത്ത് സാൻഡ്വിച്ച് എങ്ങനെ കടിക്കുന്നത്? അത് ഒരുമിച്ച് സാൻഡ്വിച്ച് ഇങ്ങനെ ഇത് ഒരുമിച്ച് വെച്ചിട്ടാണ് കടിക്കേണ്ടത്, എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ശ്രദ്ധിച്ച്, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് 12 മുതൽ 14 വരെ സാൻഡ്വിച്ചിന്റെ മുകളിലത്തെ പീസ് ബ്രെഡ്. 12 മുതൽ 14 വരെ. ഇനി 15 മുതൽ 19 വരെ അതിന്റെ നടുക്കുള്ള ഫില്ലിംഗ്. 20 മുതൽ 25 വരെ അതിനടിയിലത്തെ ബ്രെഡ് പീസ്. ഇത് 3 ചേരുമ്പോഴാണ് ഒറ്റ പീസ് ആവുന്നത്, സാൻഡ്വിച്ച് ആവുന്നത്. അതുകൊണ്ട് സാൻഡ്വിച്ച് പാസേജ് എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കുക. സാൻഡ്വിച്ച് എന്ന് മാത്രം ഓർത്താൽ മതി, ഇപ്പൊ ചെറിയൊരു സന്തോഷം വരും. അപ്പോൾ ഈ സാൻഡ്വിച്ച് പാസേജ് എന്ന് പറയാൻ കാരണം ഇത് 3 കൂടെ ഒരുമിച്ചെടുത്തല്ല. അപ്പോൾ യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും ദേവാലയം ശുദ്ധീകരിക്കുന്നതും അത്തിവൃക്ഷം ഉണങ്ങിപ്പോകുന്നതും, ഇത് 3 ഒരുമിച്ചെടുത്താൽ ഇത് 3 ഒരു സംഭവമാണ്. എന്താണ്? ദേവാലയം നശിപ്പിക്കപ്പെടാൻ പോകുന്നു. അതിന്റെ സിമ്പലാണ് അത്തിവൃക്ഷം. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇതാണ്. ഇത് മാത്രം ഈ തിങ്കളാഴ്ച ദിവസം കർത്താവ് ഇത്രയാണ്. ഇത് ചെയ്തിട്ട് കർത്താവ് ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെല്ലാം പുറത്താക്കിയിട്ട് യേശു ബഥാനിയയിലേക്ക് തിരിച്ചുപോയി. അപ്പോ മൺഡേ തീർന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പൊ എന്താണ് ഇത് നമ്മുടെ ജീവിതത്തോട് ആവശ്യപ്പെടുന്നത്? നമ്മൾ ഇന്ന് അനുതാപത്തെക്കുറിച്ച് കേട്ടു രാവിലെ. അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ രാത്രിയിലും നാളെയൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഒരു കുമ്പസാരത്തിന് ഒരുങ്ങണം. നല്ല ഒരു കുമ്പസാരത്തിന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയ വിശദാംശം വരെ ഏറ്റു പറയണം. ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അത് ഓർത്ത് ഏറ്റു പറയണം. അതിന് എന്താന്ന് വെച്ചാൽ കർത്താവിൻ്റെ അടുത്ത് സാവകാശം ഇരുന്ന് വെപ്രാളൊന്നും പിടിക്കാതെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കണം. ഒരുപാട് മേഖലകൾ നമ്മളിങ്ങനെ കണ്ടെത്തും തോറും ഇഷ്ടംപോലെ മേഖലകൾ വീണ്ടും 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 ശുദ്ധീകരിക്കപ്പെടാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിലേക്ക് പോയി നമ്മളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ പ്രസാദിക്കും. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് വിശുദ്ധി മാത്രമാണ്. അപ്പൊ നമ്മൾ ദൈവത്തെ സന്തോഷിപ്പിക്കണോ? ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, ദൈവത്തിന് ഒരു സന്തോഷവും ഇല്ല. ഞാൻ വലിയ ധ്യാനഗുരുവാണ്, ദൈവത്തിന് ഒരു സന്തോഷവും ഇല്ല. ഞാൻ 15 വർഷം റോമിൽ പോയി ബൈബിൾ പഠിച്ച ആളാണ്, ദൈവത്തിന് ഒരു സന്തോഷവും ഇല്ല. ഞാൻ 50,000 പേർക്ക് വിവാഹ സഹായം കൊടുത്ത ആളാണ്, ഒരു സന്തോഷമില്ല. ദൈവത്തിന്റെ സന്തോഷം എന്താണ്? വിശുദ്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ കോപം, വൈരാഗ്യം, വെറുപ്പ്, പക, അശുദ്ധി, ധനമോഹം, വിഗ്രഹാരാധന, ഈ മേഖല ഞാൻ തിരിച്ചറിയണം, ഏറ്റുപറയണം, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം, നവീകരിക്കപ്പെടണം. ഇത് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുള്ളൂ.
അതാണ് നമ്മൾ ജെറമിയ 7 വായിച്ചത്. നിങ്ങൾ ഇതെല്ലാം ഈ തിന്മയെല്ലാം ചെയ്തിട്ട് ദേവാലയത്തിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ സേഫ് ആണെന്ന് പറയുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. നിമിഷങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, വലിയ ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്, ഞങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങ് കഴുകുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തന്ന് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടാവണം. പൂർണ്ണമായൊരു ശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ. 19 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയും, കർത്താവേ, ഞാൻ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിനേക്കാൾ അധികമാണ് അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ, തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പാപങ്ങൾ. ജീവിതത്തിൽ ഒത്തിരി അങ്ങനെയുള്ള പാപമേഖലകളുണ്ട്. കർത്താവാകുന്ന വെളിച്ചം കടന്നു വരുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. സുഭാഷിതം 28:13, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സുഭാഷിതം 28:13, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. 32-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിച്ചു, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ആ സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ, പൂർണ്ണമായ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ദാഹിച്ചും ആഗ്രഹിച്ചും ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ പാപമേഖലകൾ മറഞ്ഞു കിടക്കുന്ന തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പാപങ്ങളെല്ലാം കണ്ടെത്താൻ സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ കഴുകണമേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. നമ്മൾ പ്രത്യേകം ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ നാളത്തെ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകി ഇറങ്ങുകയും അഭിഷേകമായിട്ട് മാറുകയും ചെയ്യുന്നൊരു സമയമാണ് എന്ന് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചിരുന്നു. ഒരിക്കൽ കൂടി അത് പറയുകയാണ്. ഈ ഒരു സമയം നമ്മൾ മിസ് ചെയ്യരുത്, വെറുതെ കളയരുത്, മറ്റ് പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകരുത്. ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ വചനത്തിൽ നിന്ന് വായിച്ചുകൊണ്ടേയിരിക്കാം. ഒരു തവണ വായിച്ചു എന്ന് വിചാരിച്ച് ഒരു തവണ വായിച്ചല്ലോ എന്ന് കരുതി സമാധാനിക്കാതെ വീണ്ടും 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 വായിക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഒരുപാട് തവണ ഒരു കാര്യം വായിക്കുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത. ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നത് കുറേ തവണ വായിച്ചു കഴിയുമ്പോഴാണ്. വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ഒന്നും നമുക്ക് വായിക്കുമ്പോൾ ഒരു ആവരണം ഉണ്ടാവും. അതായത് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 3 പറയുന്നത് പോലെ ഒരു ആവരണമുണ്ട്, ഒരു മുഖാവരണം. മോശ ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ അവരുടെ ദൈവത്തിൻ്റെ തേജസ് ജനങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ആവരണം കൊണ്ട് മുഖം മറച്ചതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടം വരെ ഒരു ആവരണം, ഒരു മൂടുപടമുണ്ട്. അത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ബൈബിൾ വായിക്കാൻ പലപ്പോഴും ഒരു മടിയും വരും. കാരണം എത്ര വായിച്ചാലും ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഒന്നും അങ്ങോട്ട് കയറുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരും. 2 കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാവേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഈ ആദ്യകാലങ്ങളിൽ ഈ മൂടുപടം അങ്ങനെ കിടക്കും. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പരീക്ഷയാണ്. അത് ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല, വായിച്ചിട്ടൊന്നും പിടികിട്ടുന്നില്ല, വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നൊക്കെ കൊണ്ട് നമ്മൾ മാറ്റി വെക്കുമോ എന്നറിയാനുള്ള അതൊരു പരീക്ഷണം, ഒരു സാധനയാണത്. അതൊരു ശിക്ഷണമാണ്, ഡിസിപ്ലിനാണ്. അതിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ അത് നമ്മൾ ഒരു വെല്ലുവിളിയായിട്ട് എടുത്ത് വായിച്ചുകൊണ്ടേയിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം, ഒരു പ്രത്യേക മോമെന്റ് എത്തിക്കഴിയുമ്പോൾ ഈ ആവരണം ദൈവം തന്നെ എടുത്ത് മാറ്റും. ഈ ഷെല്ലങ്ങ് പൊട്ടി മാറിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഇതിനകത്തുനിന്ന് നിധി കാണാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആരും കാണാത്ത അർത്ഥം നമുക്ക് മനസ്സിലാവുക, ആരും കണ്ടിട്ടില്ലാത്ത വ്യാഖ്യാനം കിട്ടുക എന്നൊന്നുമല്ല, മറിച്ചൊരു കൊതി വരാൻ തുടങ്ങും. ഒത്തിരി തവണ വായിച്ച വചനം ആണെങ്കിൽ പോലും പിന്നെയും വായിക്കുമ്പോൾ അതൊരു ലഹരിയായിട്ട് മാറും. നമ്മൾ വായിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ നമ്മളൊരു വചനം, ഇപ്പം ഞാൻ ഒരു വചനം വായിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദം
പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് വരും പലപ്പോഴും. എന്ന് പറഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ വായിക്കുമ്പോഴും അതിങ്ങനെ മുറിയിലിരുന്ന് ഞാൻ ഒരുങ്ങുമ്പോഴും അത് ഞാൻ വായിക്കുമ്പോഴും പിന്നെയും വായിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും ഓഡിയോ ബൈബിൾ പ്ലേ ചെയ്യുമ്പോഴും ഒക്കെ ചിലത് കേൾക്കുമ്പോൾ എൻ്റെ അകത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഒരു വചനം കേൾക്കുമ്പോൾ അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും കിട്ടുന്നതാണ്. അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് പറഞ്ഞൊന്നും അങ്ങനെ ഇതാണെന്നൊന്നും പറഞ്ഞൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. വലിയ വ്യാഖ്യാനങ്ങളൊന്നും കിട്ടുന്നൊന്നും അല്ലത്. മറിച്ച് ഒരു ലഹരി കിട്ടും, ഒരു കൊതി വരും. പിന്നെ ആ വചനം വായിക്കാനും പറയാനും കേൾക്കാനും ഒക്കെ. അപ്പൊ അതാണ് ആദ്യം, അത് വചന വായനയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അതാണ്. ആ ഷെല്ല് പൊട്ടുന്നവരെ വായിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ നമുക്ക് വായിക്കാൻ ആരുടെയും പ്രേരണ വേണ്ട. പിന്നെ നമ്മൾ താഴെ വെക്കില്ല. ഇപ്പൊ ഒരു സമയം കിട്ടിയാലും വചനം വായിക്കാൻ ഒരു ലഹരി വരും. രണ്ടാമത്തെ കാര്യം എന്ന് അറിയോ, ദൈവവചനം പ്രവേശിക്കുന്നത് ബുദ്ധിയിലല്ല, ആത്മാവിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ബുദ്ധിയിലല്ല. അതായത് ഇത് കയറുമ്പോൾ ഇത് നേരെ പോകുന്നത്, ഇത് ബുദ്ധിയിലൂടെയാണ് പോകുന്നതെങ്കിലും ബുദ്ധിയിലല്ല ഇത് റീറ്റെയിൻ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കണം, ഭയങ്കര രഹസ്യമാണത്. ഈ ബൈബിൾ വായിക്കുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമല്ലോ. ഇപ്പൊ സിസ്റ്റർ ഇന്ന് വാക്യം വായിക്കുമ്പോൾ ഇത് സിസ്റ്ററിന്റെ ബുദ്ധിയിലൂടെ പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അവിടെ നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഇത് വായിക്കുമ്പോൾ ധാന്യവും വീഞ്ഞും അവർക്ക് കിട്ടിയപ്പോൾ അവർക്ക് കിട്ടിയത് കൂടുതൽ ആനന്ദം ദൈവം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ബുദ്ധിയിൽ ഇത് മനസ്സിലായി, ബുദ്ധിയിലൂടാണ് ഇത് പോയത്. ഇത് ചെന്ന് വീണത് എവിടാ? ആത്മാവിലാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ വചനം പോയി വീഴുന്നത് ആത്മാവിലാണ്. പോകുന്നത് ഏത് വഴിക്കാണ്? എറണാകുളത്താണ് പോകുന്നത് എവിടെ? കൊല്ലത്തൂടാ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളെ കൊല്ലത്ത് ഞാൻ വന്നപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ. കാണത്തില്ല, ഞാൻ എറണാകുളത്ത് പോയത്, കൊല്ലം വഴി പോയെന്നേ ഉള്ളൂ. അപ്പൊ വായിച്ച പല ഭാഗങ്ങളും ബുദ്ധിയിൽ ചിലപ്പോ പിന്നീട് ഓർത്തു നോക്കുമ്പോൾ കിട്ടിയില്ലെന്ന് വരും. അത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് പലരുടെയും പ്രശ്നം. കാരണം ഞങ്ങൾ ഒത്തിരി വായിക്കുന്നുണ്ട്, വെച്ചാൽ ഒന്നും മനസ്സിലാവുന്നില്ല. ശരിയല്ലേ? മനസ്സിലാവില്ല. കാരണം എന്താ? ഇത് മനസ്സിലായി, വായിച്ചപ്പോൾ മനസ്സിലായായിരുന്നു. പക്ഷെ അത് പോയിട്ട് അതങ്ങ് പോയി, എറണാകുളത്തിന് പോയി, ആത്മാവിൽ പോയി. കേട്ടെ? എന്നിട്ട് നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിലും വായിച്ചുകൊണ്ടിരിക്കണം. വായിച്ച് ഇതിങ്ങനെ ആത്മാവിൽ ചെന്ന് കിടക്കും. എന്നിട്ട് ഇതിനൊരു സമയമുണ്ട്, ഇതിനൊരു ക്യൂറിങ് പീരീഡ് ഉണ്ട്. ഇതിങ്ങനെ കിടന്നിട്ട് ഒരു സമയമാവുമ്പോൾ ഇത് തിരിച്ചു വരും. തിരിച്ചു വരുന്ന എവിടെ കൂടെ വരുന്നതെന്ന് അറിയാം? ബുദ്ധി കൂടെ വരുന്നേ. ഒരിക്കൽ പോലും നമ്മൾ ഈ വചനം ബുദ്ധി കൊണ്ട് ഓർക്കാത്തൊരു സമയത്ത് ആത്മാവിൽ നിന്ന് ഇത് കയറി വരും. തന്നെയാണ് വചനാഭിഷേകം എന്ന് പറയുന്നത്. വചനാഭിഷേകം വരുന്നത് ഒരാൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുകയല്ല, മറിച്ച് അയാള് ഒത്തിരി വായിച്ചിട്ടുണ്ട്. വായിച്ചതൊക്കെ അയാളുടെ തലയിൽ ഇല്ലെന്നാണ് അയാൾ വിചാരിക്കുന്നത്. തലയിലില്ല, ശരിക്കും തലയിലില്ല. എവിടെ പോയി കിടക്കുന്നത്? ആത്മാവിലാണ്. പക്ഷെ ഇത് ഈ തക്ക സമയത്ത് ഒരാവശ്യം വരുമ്പോ ഇത് കയറി വരാൻ തുടങ്ങും. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. കാരണം പിന്നെ നമ്മള് എന്താ പറയുക, പിന്നെ നമ്മുടെ ജോലി എന്താണെന്നറിയോ? ഇത് ബൈബിളിൽ എവിടാൻ പിന്നെ തപ്പലാണ് നമ്മുടെ ജോലി. കാരണം എപ്പോഴും നമ്മൾ വായിച്ചൊരു സാധനം ചില മോമെന്റിൽ ഇങ്ങനെ കയറി വരും. പിന്നെ നമ്മുടെ ജോലി എന്താണ്? തപ്പലാണ്. ഇത് എവിടെ കിടക്കുന്ന? ഇതിങ്ങനെ സാധനം ഉണ്ടല്ലോ, കയറി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ സമയം ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. ഇത് ഹോളി വീക്കിന് നിങ്ങൾ നന്നായിട്ട് സമയം ചെലവഴിച്ച് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ബൈബിൾ വായിച്ചോണം. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ വായിച്ച് പൊക്കോണം. അങ്ങനെ വായിക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോൾ കർത്താവിന് ഒത്തിരി സന്തോഷമാണ്. കാരണം ഈശോ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരോട് ഒത്തിരി ഹൃദയം നൊന്ത് ചോദിച്ചത് 1 മണിക്കൂർ എൻ്റെ അടുത്ത് ഒന്ന് ഉണർന്നിരിക്കാനാണ് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നതാണത്. എൻ്റെ സഹനങ്ങളിൽ എൻ്റെ കൂടെ ഇരിക്കും, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുക. അത് ഈശോ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളത് എവിടെയായിരുന്നാലും കർത്താവിനോട് ചേർന്നിരിക്കും, വചനം വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം. നല്ല ഒരു കുമ്പസാരം നടത്തണം. വളരെ പ്രധാനപ്പെട്ടതാണത്. ഈ ദിവസം പറ്റുമെങ്കിൽ നാളെ തന്നെ നല്ല ഒരു കുമ്പസാരം നടത്തണം. നല്ല കുമ്പസാരം എന്ന് ഞാൻ പറഞ്ഞ അത് എല്ലാ മേഖലയും കണ്ടുപിടിച്ച് ഓർത്ത് എഴുതി കുറിച്ചു വെച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ കൃപ, അയോഗ്യരെ കൃപ സ്പർശിക്കില്ല എന്ന് ഒരു വാചകമുണ്ട്. അയോഗ്യരെ കൃപ സ്പർശിക്കില്ല. അപ്പൊ ഈ വിശുദ്ധി അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കൃപ വർക്ക് ചെയ്യാൻ തുടങ്ങും, നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല നിശബ്ദത പാലിക്കണം. മറ്റെല്ലാ വ്യാപാരങ്ങളിൽ നിന്നും മനസ്സിനെ വിലക്കണം. എന്നിട്ട് ഏകാഗ്ര ഹൃദയത്തോടെ ഈശോയെ ഇങ്ങനെ തേടി അന്വേഷിച്ചുകൊണ്ടിരിക്കണം.
അപ്പോൾ ഒത്തിരി അനുഗ്രഹം തരും. ഇതുപോലെ 2019 തോന്നുന്നു, വിശുദ്ധ വാരത്തിന് ഇതുപോലെ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ഓർക്കുന്നുണ്ട് ആ നാളുകളിലെല്ലാം ഇങ്ങനെ ഞാൻ എവിടെ കൺവെൻഷന് പോയാലും ഫ്രണ്ടിൽ ഉണ്ടാവും ഒരു ചെറുപ്പക്കാരൻ, ഫ്രണ്ടിലുണ്ടാവും. ബൈബിളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊതിയോടെ ആർത്തിയോടെ വന്നിരുന്ന് വചനം പഠിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ. 2019 ഹോളി വീക്കിന് ഞാൻ ഇതുപോലെ ഇവിടെ പറഞ്ഞു, നിങ്ങളിങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നു. അങ്ങനെ വന്ന് ആ 2019 ഹോളി വീക്കിന് 19 തോന്നുന്നു ഇങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന്. 2019, 20, 21, ഇപ്പം 22. ഇപ്പം ആളുടെ ജോലി എന്താണെന്നറിയോ? ഇപ്പം അച്ഛന്മാർക്കും മെത്രാന്മാർക്കും കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പം ആള് റേഞ്ച് അങ്ങ് മാറി. മെത്രാന്മാരെയും കൗൺസിലിംഗ് കൊടുക്കുകയാണ്, അച്ഛന്മാരെയും. ഇപ്പം ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതാണ്. എന്ന് പറഞ്ഞാൽ കൃപ അങ്ങോട്ട് സമൃദ്ധമായിട്ട് കർത്താവ് വർഷിച്ചു കൊടുത്തു. അച്ഛന്മാരെയും മെത്രാന്മാരെയും കൗൺസിലിംഗ് ചെയ്യുന്ന വലിയ കാര്യമാണെന്നൊന്നല്ല പറയുന്നത്. പക്ഷെ കണ്ടോ, ദൈവം എടുത്ത് അങ്ങ് ഒരു ചെറുപ്പക്കാരനെ പെട്ടെന്ന് അങ്ങ് അഭിഷേകം ചെയ്തു, വേഗം അങ്ങ് അഭിഷേകം ചെയ്തു, കൃപ കൊടുത്തു. അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഒരു കൃപയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോ. ഈശോ ഇടപെടും. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിക്കോ. കണ്ണുകളടച്ച് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ആത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേലെല്ലാം കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ശക്തമായ കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കണേ. പീഡാനുഭവങ്ങളെ ധ്യാനിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ